Good morning, നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് പുതിയൊരു രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഒരുപാട് വാർത്തകളുടെ കുത്തൊഴുക്കുള്ള ഒരു ദിവസം എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്തരത്തിലൊരു ദിവസത്തിലേക്കാണ് സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഇന്നലെ പ്രതിപക്ഷ സഖ്യത്തിന്റെ കരുത്തും വീര്യവും എത്രത്തോളം ഉണ്ട് എന്ന് രാജ്യം കണ്ട ദിവസമായിരുന്നു രാജ്യ തലസ്ഥാനം പ്രതിഷേധ ആഗ്നി കൊണ്ട് നിറഞ്ഞ ഒരു കത്തിയ ഒരു ദിവസമായിരുന്നു അപ്പോൾ വോട്ടർ പട്ടിക ബീഹാറിലെ വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണത്തിനെതിരെയും അതോടൊപ്പം തന്നെ വോട്ട് ചോരിക്കെതിരെയും പ്രതിപക്ഷത്തിന് പ്രതിഷേധം ഇനിയും അത് ആളിക്കത്തും എന്നതാണ് പ്രധാനപ്പെട്ട ദേശീയ തലത്തിലെ ഒരു വാർത്ത നമ്മൾ പരിശോധിക്കുമ്പോൾ അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ട്രംപിന്റെ തീരുവ പ്രഖ്യാപനം വെല്ലുവിളി അതിങ്ങനെ ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളെയും വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇന്ത്യക്ക് മേൽ ഇരട്ടി തീരുവ പ്രഖ്യാപിച്ച സാഹചര്യമൊക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ അതേസമയം ചൈനയോട് വല്ലാതെ ഒരു മൃദു സമീപനമാണ് അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നത് ആദ്യം തന്നെ 90 ദിവസത്തെ ഒരു ഇളവ് പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെ ഇന്ന് മുതൽ ആ ഒരു തീരുവ നടപ്പാക്കി തുടങ്ങേണ്ട ദിവസമായിരുന്നു അപ്പോൾ ദാ വീണ്ടും ഇളവ് നൽകിയിരിക്കുകയാണ് ഒരു 90 ദിവസത്തെ ഇളവ് കൂടി ട്രംപ് നൽകിയിരിക്കുകയാണ് പറയുന്നത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ അത് വളരെ ഊഷ്മളമായി മുന്നോട്ട് പോവുകയാണ് ഉടനടി തന്നെ ആ കരാറിൽ ഒപ്പുവെക്കും അതിനുള്ള സാഹചര്യമാണ് മുന്നിൽ കാണുന്നത് എന്നുള്ളതാണ് അന്തർദേശീയ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് മുന്നിലുള്ളത് അതോടൊപ്പം ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ വാർത്തയുണ്ട് സംസ്ഥാന വ്യാപകമായി ജാതി മാറ്റ തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളത് ഹിന്ദു സമുദായത്തിലെ ഈഴവ നാടാർ വിഭാഗത്തിൽ നിന്നടക്കം കൂടുതലായി ഈ ലത്തീൻ കത്തോലിക്ക സഭകളിലേക്ക് ജാതി മാറ്റപ്പെടുന്നു അത്തരത്തിൽ വ്യാപകമായി അനധികൃതമായി ഈ സർട്ടിഫിക്കറ്റ് നേടിയെടുത്തുകൊണ്ട് ഇത്തരത്തിൽ സംവരണ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നു ജോലി നേടിയെടുക്കുന്നു എന്നുള്ള ഒരു ഗുരുതരമായ ഒരു സാഹചര്യം അത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റ്സ് കൂടി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കാനുണ്ട് നമുക്ക് വിശദമായി നോക്കാം ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ റമീസിന്റെ മാതാപിതാക്കളെയും പ്രതി ചേർക്കും ഇരുവരെയും ഇന്ന് ചോദ്യം ചെയ്യും സോനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് കിട്ടും റിമാൻഡിലുള്ള റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങും സംവരണത്തിനായി ജാതി മാറ്റം നടക്കുന്നില്ലെന്ന ലത്തീൻ സഭയുടെ വാദം പൊളിയുന്നു സമീപ കാലയളവിലും വ്യാപക തട്ടിപ്പ് നടക്കുന്നതിന്റെ തെളിവുകൾ പുറത്ത് സഭയ്ക്കെതിരെ പരാതിയുമായി നാടാർ സംഘടനകൾ ന്യൂസ് 18 ബിഗ് ഇംപാക്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ക്രമക്കേട് ആരോപണം ഇന്നും പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കും പ്രതിഷേധവുമായി ഒറ്റക്കെട്ടായി നീങ്ങാൻ ഇന്ത്യ സഖ്യം ഡൽഹിയിൽ ഇന്ന് AICC ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ബീഹാറിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ഇന്ന് സുപ്രീം കോടതിയിൽ കോഴിക്കോട് കോർപ്പറേഷനിലും വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേടെന്ന ആരോപണം കണ്ടെത്തിയത് 1320 ഇരട്ട വോട്ടുകൾ ബേപ്പൂരിലെ ഒറ്റ വീട്ടു നമ്പറിൽ ചേർത്തത് 70 വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നാട്ടുകാർക്ക് അറിയാത്ത അജ്ഞാതരും ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ 145% അധിക തീരുവ 3 മാസത്തേക്ക് മരവിപ്പിച്ച് US ഉത്തരവിൽ ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപ് ചൈനയുമായി നല്ല ബന്ധമെന്നും വ്യാപാര കരാറിൽ ചർച്ച ഉടനെന്നും US പ്രസിഡന്റ് ധർമ്മസ്ഥലയിലെ പരിശോധനയ്ക്ക് GPS സാങ്കേതിക വിദ്യയും ആധുനിക സംവിധാനങ്ങൾ ഇന്നെത്തിക്കും വിശദ പരിശോധന പോയിന്റ് 13 ന്യൂസ് 18 അന്വേഷണം തുടരുന്നു വിശദമായി കടക്കുകയാണ് നമ്മൾ ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക് അപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എറണാകുളം കോതമംഗലത്ത് ഇന്നലെ ഒരു 23-കാരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ചില വാർത്തകൾ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞതാണ് ഈ ആത്മഹത്യയിൽ ആൺ സുഹൃത്ത് റമീസിന്റെ മാതാപിതാക്കളെയും പ്രതി ചേർക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇരുവരെയും ഇന്ന് ചോദ്യം ചെയ്യും ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയേക്കും ഇന്റർനെറ്റിൽ അന്യ സ്ത്രീകളുമായി റമീസ് നടത്തിയ അശ്ലീല ചാറ്റ് സോനയ്ക്ക് ലഭിച്ചിരുന്നതായും ഇത് ഇരുവരും തമ്മിൽ തർക്കത്തിന് കാരണമായതായും പോലീസ് പറയുന്നു റമീസിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് നവമി വെരി ഗുഡ് മോർണിംഗ് ഇതിലിപ്പോൾ റമീസിന്റെ മാതാപിതാക്കളെയും പ്രതി ചേർത്തേക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഈ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്
ആര്യ ഇന്നലെ തന്നെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തതിൽ, അതല്ലെങ്കിൽ അവരെ പ്രതി ചേർക്കാത്തതിനെതിരെ വലിയ വിമർശനം നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ സോനയുടെ കുടുംബം ഇത് ഉന്നയിച്ചിരുന്നു. റമീസിന്റെ മാതാപിതാക്കളും സോനയെ നിർബന്ധിച്ച് മതം മാറ്റി വിവാഹം കഴിപ്പിക്കാൻ പ്രേരിപ്പിച്ചിരുന്നു എന്നൊരു ആരോപണം ഇന്നലെ തന്നെ കുടുംബം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ പോലീസ് അവരുടെ വീട്ടിലെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിലും ഈ മാതാപിതാക്കൾക്കെതിരായിട്ടുള്ള ആരോപണവും ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മാതാപിതാക്കളെ കൂടി പ്രതി ചേർക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നത്. പ്രത്യേകിച്ച് സോനയുടെ ആത്മഹത്യാ കുറിപ്പിലടക്കം മാതാപിതാക്കളുടെ പേരും പറയുന്നുണ്ട്, മാതാപിതാക്കളുടെ കാര്യവും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മാതാപിതാക്കളെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്ത് ഇവർക്കെതിരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതി ചേർക്കാനാണ് സാധ്യത. റമീസിനെ ഇന്നലെ രാത്രിയോടുകൂടി കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തിരുന്നു. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകി റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുവാനും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാനുമാണ് അന്വേഷണ സംഘം കടക്കുന്നത്. അതിനിടയിൽ തന്നെ റമീസും ഈ സോനയും തമ്മിലുള്ള ബന്ധം, അതിൽ ചില വിള്ളലുകൾ സംഭവിച്ചിരുന്നു. അതിനെ തുടർന്നാണ് പിന്നീട് താൻ മതം മാറില്ല, പകരം രജിസ്റ്റർ മാരേജ് ചെയ്ത് വിവാഹം കഴിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് സോന എത്തുന്നതിന് കാരണം പോലും ഈ റമീസിന്റെ ചില വാട്സപ്പ് ചാറ്റുകൾ, അത് മറ്റ് സ്ത്രീകളുമായി നടത്തിയ സെക്സ് ചാറ്റുകൾ അടക്കം സോന കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പല വാക്കുതർക്കങ്ങളും ഇവർക്കിടയിൽ നിലനിൽക്കുകയും ചെയ്തിരുന്നു എന്നുകൂടിയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രതി ഇന്നലെ തന്നെ പോലീസിനോട് തന്റെ മൊബൈൽ ഫോൺ കാണിക്കുകയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഒപ്പം റമീസിന്റെ ഫോണിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകളും പോലീസിന് കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ മനോവിഷമത്തിൽ തന്നെയാണ് സോന ആത്മഹത്യ ചെയ്തതെന്ന സ്ഥിരീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. കാരണം റമീസിനെ അത്രയും ഇഷ്ടമായിരുന്നു. കോളേജ് കാലഘട്ടം മുതൽ തുടങ്ങിയ പ്രണയമാണ്. റമീസിന്റെ സ്വഭാവത്തിലെ മോശ സ്വഭാവങ്ങൾ പോലും അത് ആ ഒരു വിഷമം, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിട്ട് പോലും അത് ക്ഷമിച്ച് റമീസിനോടൊപ്പം ജീവിക്കാൻ സോന തയ്യാറായിരുന്നു. പക്ഷേ റമീസ് ആയിക്കോട്ടെ മതം മാറണമെന്ന് നിർബന്ധിച്ച് ഈ സോനയെ ഒഴിവാക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നപ്പോഴാണ് അതിൽ മനം നൊന്ത് സോന ആത്മഹത്യ ചെയ്തത്. എന്തായാലും ഇപ്പോൾ സോനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇന്ന് ലഭിക്കും. അതിൽ ഈ റമീസ് മർദ്ദിച്ചു എന്ന പരാതി കൂടി കുടുംബം ആരോപിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വ്യക്തത കൈവരും. ഒപ്പം ഈ പീഡനം നടന്നിട്ടുണ്ടോ എന്നതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത കൈവരുന്നതിന് വേണ്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭ്യമാകേണ്ടതുണ്ട്. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന ദിവസം കൂടിയാണ് ഇന്ന്. തീർച്ചയായും നവമി സൂചിപ്പിച്ചത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ്. നവമി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ റമീസിന്റെ ദൂഷ്യ സ്വഭാവങ്ങളൊക്കെ സോനയ്ക്ക് അറിയാമായിരുന്നിട്ട് പോലും റമീസിനെ തന്നെ വിവാഹം കഴിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് അതിൽ തന്നെ വാശി പിടിച്ച് നിന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഈ കുടുംബത്തിന് ഈ മതം മാറ്റത്തിന് അത്രത്തോളം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് റമീസ് എന്നും, ഇത്തരത്തിൽ മകളെ കൊണ്ടുപോയി മർദ്ദിച്ച കാര്യവും ഒക്കെ ധാരണയുണ്ടായിരുന്നോ? അതോ ഈ നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ ഈ സുഹൃത്ത് വഴി മാത്രമാണോ റമീസിന്റെ ഈ ദൂഷ്യ സ്വഭാവത്തെക്കുറിച്ച് സോനയുടെ കുടുംബം അറിഞ്ഞത്? ഇന്നലെ നമ്മൾ സോനയുടെ കുടുംബവുമായി സംസാരിക്കുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ ധാരണയുണ്ടായിരുന്നില്ല. കാരണം സോന തന്റെ സുഹൃത്ത്, ഇന്നലെ മാധ്യമങ്ങളെ കണ്ട ജോയ്സി എന്ന പെൺകുട്ടി, അതായിരുന്നു സോനയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അവളോടാണ് എല്ലാ കാര്യങ്ങളും സോന പങ്കുവെക്കുകയും ചെയ്തിരുന്നത്. ജോയ്സിയോട് പോലും സോന വിലക്കിയിരുന്നു. തന്റെ സഹോദരനോടോ അമ്മയോടോ ഇക്കാര്യങ്ങളൊന്നും പറയരുത്, ഈ റമീസിനെ ഇങ്ങനെ അനാശാസ്യത്തിൽ പിടിച്ച കാര്യം പറയരുത്, അല്ലെങ്കിൽ റമീസ് മറ്റു സ്ത്രീകളുമായിട്ട് വഴിവിട്ട ബന്ധം പുലർത്തുന്ന കാര്യങ്ങളൊന്നും പറയരുത്, തന്നെ മതം മാറ്റാൻ പ്രേരിപ്പിച്ചു എന്നോ മർദ്ദിച്ചു എന്ന കാര്യങ്ങളൊന്നും സഹോദരൻ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകും. റമീസിനെ മർദ്ദിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ, അതുകൊണ്ട് അക്കാര്യങ്ങളൊന്നും തന്നെ പറയരുതെന്ന കർശന നിർദ്ദേശം ഈ സോന സുഹൃത്തു കൂടിയായിട്ടുള്ള ജോയ്സിക്ക് നൽകിയിരുന്നു. അത് ഇന്നലെ ജോയ്സി സ്ഥിരീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ താനും കുടുംബത്തോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ അതങ്ങനെ ചെയ്തത് മോശമായി പോയി, അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായി സോനയുടെ കുടുംബത്തോട് വിവരം അറിയിച്ചിരുന്നുവെങ്കിൽ സോനയുടെ ജീവൻ
ഇന്ന് നഷ്ടപ്പെടില്ലായിരുന്നു എന്നൊരു കുറ്റബോധം കൂടി ഈ കൂട്ടുകാരിയായിട്ടുള്ള ജോയ്സി മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചിരുന്നു. സോനയുടെ ഭയം തന്റെ സഹോദരൻ റമീസിനെ മർദ്ദിക്കുമോ എന്നായിരുന്നു. കാരണം അത്രയേറെ ഇഷ്ടമായിരുന്നു സോനയ്ക്ക് റമീസിനെ. എത്ര മോശം സ്വഭാവമായാൽ പോലും താൻ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുവാനും സോന തയ്യാറായിരുന്നു. പിന്നീട് സോനയുടെ മരണം കഴിഞ്ഞു, സോനയുടെ മൃതദേഹം സംസ്കരിച്ചതിന് ശേഷമാണ് സോനയുടെ സുഹൃത്ത് ഇക്കാര്യങ്ങളെല്ലാം തന്നെ സോനയുടെ സഹോദരനോട് വെളിപ്പെടുത്തുന്നത്. അവരെ സംബന്ധിച്ച് വലിയ ഒരു ഷോക്ക് തന്നെയായിരുന്നു. കാരണം തന്റെ സഹോദരി ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്ന് പോലും അറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കൂട്ടുകാരിയുടെ വെളിപ്പെടുത്തൽ. പിന്നീടാണ് ഇത് കേസുമായി മുന്നോട്ട് പോകുവാനും റമീസ് മർദ്ദിച്ചു എന്ന കാര്യങ്ങളിലെല്ലാം കുടുംബം ഞെട്ടലോടെ കേൾക്കുന്നത്. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവർക്ക് തന്നെ അറിയാം മതം മാറാൻ തീരുമാനിച്ചതായിരുന്നു. പിന്നീട് എന്ത് പറ്റി ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ, എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്ന ആശയക്കുഴപ്പത്തിൽ കുടുംബം നിൽക്കുമ്പോഴാണ് ഈ ആത്മഹത്യയെ കുറിച്ച് കിട്ടുകയും ഈ പെൺകുട്ടിയുടെ മൊഴിയടക്കം കുടുംബത്തിന് ലഭിക്കുകയും ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം കുടുംബത്തോട് വെളിപ്പെടുത്തുകയും ചെയ്തത്. പിന്നീടാണ് കുടുംബവും പരാതിയുമായി മുന്നോട്ട് പോകുവാനും തീരുമാനിച്ചത്. അവർ തുടക്കം മുതൽ പറയുന്നുണ്ട് തങ്ങൾക്ക് ഈ കല്യാണത്തോട് വിയോജിപ്പുണ്ടായിരുന്നില്ല. സോനയുടെ ഇഷ്ടം എന്താണോ അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഇപ്പോൾ അവൾക്ക് മതം മാറി റമീസിനോടൊപ്പം ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ പിതാവിന്റെ മരണം കഴിഞ്ഞ് 1 വർഷം 3 മാസമേ ആയിട്ടുള്ളൂ. 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം മതി വിവാഹം എന്ന നിബന്ധന മാത്രമാണ് സോനയുടെ കുടുംബം മുന്നോട്ട് വെച്ചത്. പക്ഷെ റമീസിന്റെ കുടുംബമാകട്ടെ അത് അംഗീകരിക്കാൻ പോലും തയ്യാറായില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് സോനയെ പൊന്നാനിയിൽ കൊണ്ടുപോയി മതം മാറ്റണം എന്ന ഒരു നിർബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് സോനയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പോലും ഈ മർദ്ദനം നടന്നു എന്ന് പറയുന്ന ദിവസം പോലും റമീസും കുടുംബവും പറഞ്ഞത് കാർ അല്പസമയത്തിനുള്ളിൽ വരും, നീ ആ കാറിൽ കയറി പൊന്നാനിയിലേക്ക് പോകണം, 2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മതി, നിന്റെ കുടുംബത്തോട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞേക്കാം, ഒപ്പം തന്നെ തിരിച്ചു വരുമ്പോൾ നിനക്ക് നിന്റെ വീട്ടിൽ പോകാൻ കഴിയില്ല, പിന്നെ റമീസിനോടൊപ്പം ആ വീട്ടിൽ തന്നെ നിൽക്കണം എന്ന നിർദ്ദേശം കൂടി ആയപ്പോഴാണ് സോനയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയാതെയും തനിക്ക് തന്റെ കുടുംബത്തോട് പറയാതെ പോകാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സോന എത്തുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് മർദ്ദനമടക്കം നടന്നു എന്നതാണ് പോലീസും സ്ഥിരീകരിക്കുന്നത്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ മൊഴി പ്രതിയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി പ്രതിയുടെ കുടുംബത്തെയും വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ആര്യ ഇന്നലെയൊക്കെ വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് നമ്മൾ ഈ വാർത്ത കേട്ടത്. പ്രണയത്തിനു വേണ്ടി അല്ലെങ്കിൽ പ്രണയിച്ച ആളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തിയ ഈ പെൺകുട്ടി പിന്നീട് ആ കുടുംബം അനുഭവിക്കുന്ന വേദന എല്ലാം നമ്മൾ ഇന്നലെ നേരിട്ട് കണ്ടതായിരുന്നു. തീർച്ചയായും നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും റഹീസിന്റെ മാതാപിതാക്കളെ കൂടി 23-കാരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂസ് 18 പുറത്തുവിട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ജാതി മാറ്റ തട്ടിപ്പ്, ഈ സവർണ ആനുകൂല്യം തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വ്യാപകമായ ജാതി മാറ്റ തട്ടിപ്പ് നടക്കുന്നത്. പക്ഷേ ഈ വാർത്ത പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ചപ്പോഴും പല വിധത്തിൽ പല കോണിൽ നിന്ന് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ലത്തീൻ അതിരൂപത അധികൃതർ ആ ഘട്ടത്തിലും പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഉള്ള ജാതി മാറ്റം ഒക്കെ നടന്നിട്ടുണ്ടാകാം, ലത്തീൻ കത്തോലിക്ക സഭകളിലേക്ക് ആളുകൾ കൂടുതലായി മാറിയിട്ടുണ്ടാകാം, പക്ഷേ സമീപ കാലയളവിലൊന്നും അത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല സാഹചര്യം എന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകളാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത്. ജാതിമാറ്റ തട്ടിപ്പിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ സമീപ കാലയളവിലും ജാതിമാറ്റം വ്യാപകമായി നടക്കുന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ ലത്തീൻ സഭയ്ക്കെതിരെയും റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെയും DGPക്ക് നാടാർ സംഘടനകൾ പരാതി നൽകിയിട്ടുണ്ട്. നിയമം ദുരുപയോഗം ചെയ്ത് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ജാതി മാറ്റവും മതം മാറ്റവും നടക്കുന്നതിന്റെ തെളിവുകളാണ് ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയുള്ള ഈ പരാതി. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസികളായ നാടാർ ജാതിക്കാരും SIUC, RC, ഈഴവ പരിവർത്തിത ക്രൈസ്തവർ എന്നിവരും രൂപതാ അധികൃതരുടെ ഒത്താശയോടെ ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുന്നുണ്ട്.
ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് 4% തൊഴിൽ സംവരണം ലഭിക്കും. സംവരണം കുറവുള്ള ജാതികളിൽ ഉൾപ്പെട്ടവർ ഇത് നേടാൻ വേണ്ടിയാണ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നത്. ക്രീമി ലെയർ പരിധിയിൽ നിന്ന് രക്ഷപ്പെടാനും പലരും ജാതി മാറുന്നു. കഴിഞ്ഞ മാസങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായി ജാതി മാറ്റം നടന്നതിന്റെ തെളിവുകളാണിത്. ഹിന്ദു നാടാർ വിഭാഗത്തിലുള്ളവരും മറ്റും ലത്തീൻ സമുദായ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുമ്പോൾ മതം കൂടിയാണ് മാറ്റപ്പെടുന്നത്. സംഭവത്തിൽ VSDP, KNMS, NSF എന്നീ നാടാർ സംഘടനകളാണ് DGPക്ക് പരാതി നൽകിയത്. നെയ്യാറ്റിങ്കര ലത്തീൻ രൂപതാ ബിഷപ്പ് വിൻസെന്റ് സാമുവൽ, മോൻസിഞ്ഞോൻ ക്രിസ്തുദാസ് എന്നിവരും നെയ്യാറ്റിങ്കര, കാട്ടാക്കട, നെടുമങ്ങാട് താലൂക്കുകളിൽ 2010 മുതൽ 2025 വരെ ജോലി ചെയ്തിരുന്ന വില്ലേജ് ഓഫീസർമാരും തഹസിൽദാർമാരും ഉൾപ്പെടുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് DGPക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. ഉടനെ മൊഴിയെടുത്ത് ബിഷപ്പ് ഹൗസിലുള്ള രേഖകളൊക്കെ കസ്റ്റഡി എടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന് ആവശ്യമായ തെളിവുകൾ ഈ ആഴ്ച എടുത്ത ഗസറ്റ് വിജ്ഞാപനം ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട്. ആയിരക്കണക്കിന് സർട്ടിഫിക്കറ്റുകൾ വ്യാജമായിട്ട് കൊടുത്തു, കാശ് വാങ്ങിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നെയ്യാറ്റിങ്കര ബിഷപ്പ് വിൽസൺ സാമുവല്, അവിടെ തന്നെ ക്രിസ്തുദാസ്, അവർ രണ്ടുപേരുമാണ് ഈ സർട്ടിഫിക്കറ്റ് ഇട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു 10-20ഓളം വില്ലേജ് ഓഫീസർമാര്, അതുപോലെ തന്നെ തഹസിൽദാർ എല്ലാം ഉൾപ്പെട്ട ഒരു ഗൂഢസംഘമാണ്. അതിനെതിരെയാണ് കേസെടുക്കണമെന്ന് നമ്മുടെ ആവശ്യം. അത് ഉടൻ തന്നെ സിറ്റി കമ്മീഷണർ കൈമാറി. ഇപ്പോൾ തന്നെ സിറ്റി കമ്മീഷണർ കാണാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി ഇന്ന് അയക്കേ ഉള്ളൂ. DGPക്കുള്ള കൊടുത്ത് ഈ മൊഴി കേസെടുത്തതിന് ശേഷം മുഖ്യമന്ത്രി. ജാതിമാറ്റം നടത്തിയവരുടെ രേഖകൾ ഉൾപ്പെടുത്തിയാണ് പരാതി. അനധികൃത ജാതിമാറ്റം മൂലം ആനുകൂല്യം നഷ്ടപ്പെടുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലുള്ളവർക്കാണ്. അതിനാൽ ലത്തീൻ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ രൂപത നേതൃത്വത്തിന്റെ നടപടിക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. അതേസമയം ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു. ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ കൃത്യത ഉറപ്പാക്കേണ്ടതും നടപടിയെടുക്കേണ്ടതും റവന്യൂ ഉദ്യോഗസ്ഥരാണെന്നാണ് വാദം. 1947 മുമ്പ് ലത്തീൻ കത്തോലിക്ക വിശ്വാസം പിന്തുടർന്നു വന്നവരുടെ പിൻതലമുറക്കാർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്നാണ് വ്യവസ്ഥ. എന്നാൽ 2012 സർക്കാർ ഇറക്കിയ നിർദ്ദേശത്തിലെ അവ്യക്തത മറയാക്കിയാണ് ജാതിമാറ്റ തട്ടിപ്പ് നടക്കുന്നത്. ബിഷപ്പുമാർ നൽകുന്ന സമുദായ സർട്ടിഫിക്കറ്റ് സഹായരേഖയായി മാത്രമേ റവന്യൂ അധികൃതർ പരിഗണിക്കാവൂ. എന്നാൽ മിക്കപ്പോഴും റവന്യൂ ഉദ്യോഗസ്ഥർ ബിഷപ്പ് ഹൌസിലെ സർട്ടിഫിക്കറ്റ് മാത്രമാണ് കണക്കിലെടുക്കാറുള്ളത്. സംവരണം ലത്തീൻ സഭയ്ക്കല്ലെന്നും സമുദായത്തിനാണ് എന്നുമാണ് ജാതിമാറ്റത്തിന് എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. 1947 മുമ്പ് മതം മാറിയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആനുകൂല്യമാണ് ജാതിമാറ്റം വഴി മറ്റുള്ളവർ തട്ടിയെടുക്കുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ വിശദമായ അന്വേഷണം നടത്തി അനധികൃതമായി സംവരണ ആനുകൂല്യം നേടിയവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണത്തിൽ പാർലമെന്റ് സ്തംഭിപ്പിക്കാൻ ഇന്ത്യ സഖ്യം. പ്രധാനമന്ത്രി വിഷയത്തിൽ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കും. തുടർ പ്രതിഷേധങ്ങൾ ചർച്ച ചെയ്യാൻ AICC സെക്രട്ടറിമാരുടെ യോഗവും ഇന്ന് ഡൽഹിയിൽ ചേരും. അതേസമയം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും സംഘടനകളും നൽകിയ ഹർജികളാണ് പരിഗണിക്കുക. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണവും ഹർജിക്കാർ ഉന്നയിക്കാനാണ് സാധ്യത. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്. മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഇന്നലെ കണ്ടതാണ്. പ്രതിപക്ഷ നിരയുടെ വീറും പോരാട്ടവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എത്രത്തോളം ശക്തമായ പ്രതിഷേധത്തിനാണ് ഇന്നലെ രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ആ പ്രതിഷേധം തുടരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും മറുപടി ഈ വിഷയത്തിൽ പറയില്ല, ചർച്ചയ്ക്ക് ഇടം നൽകില്ല എന്ന ഒറ്റക്കാലിൽ മറുപടി നൽകിക്കൊണ്ട് നിൽക്കുന്ന കേന്ദ്രത്തെ കൊണ്ട് ഈ വിഷയത്തിൽ മറുപടി പറയിച്ചേ ഇനി മുന്നോട്ട് നീങ്ങത്തുള്ളൂ എന്നുള്ള ഒരു നിലപാടുകൂടി ഇന്ത്യ സഖ്യം എടുക്കുകയാണ്. അപ്പോൾ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കപ്പെടും. സ്വാഭാവികമായും പാർലമെന്റ് പ്രക്ഷുബ്ധമാകും, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യം തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം 2024 ലോക്സഭാ ഫലം വന്നതിന് പിന്നാലെ ഈ പ്രതിപക്ഷ നിരയിൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഒരുമിച്ച് മത്സരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ പിന്നാലെ അവർ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുപോകുന്നു. ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് പല കാര്യങ്ങളിലും വിയോജിപ്പ് രേഖപ്പെടുത്തി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം പല ഘട്ടങ്ങളിലും ജമ്മു കാശ്മീരിലെ ഒമർ അബ്ദുള്ള പല വിഷയങ്ങളിലും നരേന്ദ്രമോദി
നരേന്ദ്രമോദിയോട് കൂടുതൽ അടുക്കുന്നതൊക്കെ കാഴ്ച നമ്മൾ കാണുകയും ചെയ്തായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ഈ വോട്ടുകൊള്ള വിവാദം. അത് ഈ ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തെ വീണ്ടും കൂടുതൽ അടുപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഐക്യമായി മാറുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ സാധിക്കുകയും ചെയ്തത്. അത് പിന്നീട് നമുക്ക് അതിലൊരു വൈറലായ ചിത്രമൊക്കെ ഉണ്ടായിരുന്നു. അതായത് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള MP താഴേക്ക് വീഴുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ ജോൺ ബ്രിട്ടാസും പ്രിയ സരോജും സയോനി ഘോഷും അടക്കമുള്ള MP മാരൊക്കെ അവരെ താങ്ങിയെടുത്തുകൊണ്ട് പിന്നീട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നൊക്കെയുള്ള കാഴ്ചകൾ, അത് വളരെ വൈറലായ ചില ചിത്രങ്ങളൊക്കെ ആയിരുന്നു. അത് അത്തരത്തിലൊരു സൂചന നൽകുന്നത് വീണ്ടും ഒരു ഐക്യം ശക്തിപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. കാരണം ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് ഇനിയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോവുക, പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ കാലഘട്ടം വരെയെങ്കിലും ഈ വിഷയം കൂടുതൽ ശക്തമാക്കി ഉയർത്തി നിർത്തുക എന്നുള്ളൊരു കാര്യമാണ് കോൺഗ്രസ് ആലോചിക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി കൂടുതൽ ക്യാമ്പയിനുകൾ നടത്തുക, ഒപ്പം തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുക, അതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതിനുവേണ്ടിയുള്ള തുടർ നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യും. മറ്റൊന്ന്, ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ വിഷയം കൂടുതൽ ചർച്ചയാക്കുക എന്നുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായി ഈ മാസം 17-ന് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ തേജസ്വി യാദവിന്റെയും നേതൃത്വത്തിൽ ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രചരണ ജാഥയ്ക്ക് കൂടി കോൺഗ്രസ് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് കോൺഗ്രസും RJDയും ചേർന്നുകൊണ്ട് അത്തരത്തിലൊരു പദയാത്ര കൂടി സംഭവിക്കുന്നു. ഒപ്പം തന്നെ ഈ പദയാത്രയിലുടനീളം ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ സെപ്റ്റംബർ 1-ന് ഇതിന്റെ മഹാറാലി നടക്കുന്നുണ്ട് പട്നയിൽ. ആ റാലിയിൽ ഇന്ത്യ സഖ്യത്തിൽ ശക്തി ചോദിക്കുന്ന തരത്തിൽ എല്ലാ പാർട്ടികളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എത്താം. എന്തായാലും ഇന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണത്തിൽ പാർലമെന്റ് സ്തംഭിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. പ്രധാനമന്ത്രി വിഷയത്തിൽ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കും. അതേസമയം തന്നെ ഇനി തുടർ പ്രതിഷേധ പരിപാടികൾ ചർച്ച ചെയ്യാൻ വേണ്ടി AICC സെക്രട്ടറിമാരുടെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. അതേസമയം മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട വിഷയം, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലും വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേടെന്ന ആരോപണം. 1320 ഇരട്ട വോട്ടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബേപ്പൂർ മേഖലയിലെ ഒറ്റ വീട്ട് നമ്പറിൽ 70 വോട്ടുകൾ ചേർത്തിരിക്കുന്നു. നിരവധി വീടുകളിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ള വോട്ടർമാരാണ് ഒരു കുടുംബമായി കാണിച്ചിരിക്കുന്നത്. സ്ഥലത്തെ രാഷ്ട്രീയ നേതാക്കൾക്കോ ജനങ്ങൾക്കോ അറിയാത്ത അജ്ഞാത വോട്ടർമാരും വോട്ടർ പട്ടികയിലുണ്ട്. രാജ്യമൊട്ടാകെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വലിയ വിവാദമായി ഉയരുമ്പോൾ കോഴിക്കോട് നഗരസഭാ പരിധിയിലെ വോട്ടർ പട്ടികയിലും വലിയ ക്രമക്കേടുകൾ നടന്നതായാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. നമ്മളോടൊപ്പം കോൺഗ്രസിന്റെ കൗൺസിലർമാരുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. എന്താണ് നിങ്ങൾ ആരോപിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ കോഴിക്കോട് നഗരസഭാ പരിധിയിലെ വോട്ടർ പട്ടികയിൽ? ഞങ്ങളിപ്പോൾ ഈ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 1320 വോട്ടുകൾ ഡബിൾ എൻട്രി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അത് സംബന്ധിച്ച് ഞങ്ങൾ പരാതിയും കൊടുത്തു. അതായത് ഒരേ ID നമ്പറിലുള്ള ഇരട്ട വോട്ടുകളാണ് ഈ 1321. പിന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്തത് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കണ്ടതാണ്. അതിൽ 0 വീട്ടു നമ്പറിൽ വോട്ടുകളുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതേ രീതിയിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ വോട്ടർ പട്ടികയിൽ 0 കെട്ടിട നമ്പറായിട്ടുള്ള വീട്ടിൽ, അതായത് 62/0 എന്നാണ് കെട്ടിട നമ്പർ. ആ കെട്ടിട നമ്പറിൽ 9 വോട്ടുകളാണുള്ളത്. സമാന സാഹചര്യത്തിൽ നമ്മൾ പറയാറുണ്ട്, ഒരേ വീട്ടിൽ എല്ലാ ജാതി മത ചിന്തകളും അനുവർത്തിക്കുന്ന ആളുകളുടെ വോട്ടുകൾ, അവർ അവിടെ താമസിക്കുന്നവരാണെങ്കിൽ തർക്കമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ മുഹമ്മദിനും ജോർജിനും അതുപോലെ കൃഷ്ണൻക്കും അവിടെ വോട്ടാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടെ അന്വേഷിച്ച് ചെന്നപ്പോൾ ഇത്രയും ആളുകളുടെ വോട്ടുള്ള ആ സ്ഥലത്ത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആകെ 3 ആളുകളെ താമസിക്കുന്നുള്ളൂ. മറിച്ച് മറ്റൊരു സ്ഥലത്ത്
നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരേ വീട്ടിൽ ഉള്ള വോട്ടുകളുടെ എണ്ണം വലിയ രീതിയിലുള്ള ഒരു ബൾക്ക് വോട്ടാണ് ആ ഒരു വീട്ടിലുള്ളത്. അത് ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് വെള്ളയിൽ വാർഡിലാണ് കിടക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ വെള്ളയിലാവട്ടെ മൂന്നാലിങ്കലാവട്ടെ വാർഡുകൾ മാറുമ്പോഴും ഇവർ നടത്തുന്ന കൃത്രിമം മാറുന്നില്ല. ഇതൊക്കെ കേവലം ഉദാഹരണമാണ്. ഞങ്ങൾ കരുതി ഈ വോട്ടർ ID ഒരേ വോട്ടർ IDയിൽ മാത്രമേ ഡബിളിംഗ് ഉള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒരേ ആൾക്ക് ഒരേ ബൂത്തിൽ 2 വോട്ടർ IDയിൽ വോട്ടുകളാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇലക്ഷൻ പ്രൊസീജിയർ ജനങ്ങളോടുള്ള ഒരു കൊഞ്ഞനം കുത്തൽ എന്നുള്ള രീതിയിലാണ് ഈ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് അവർ ഭരിക്കുന്ന ആളുകൾ ഉപയോഗപ്പെടുത്തുന്നത് അവിടുത്തെ ജീവനക്കാരെയും ഇതിൻ്റെ ചാർജുള്ള ഒഫീഷ്യൽസിനെയുമാണ്. ഇതിപ്പോൾ ഒരേ വീട്ടു നമ്പറിൽ തന്നെ 70 വോട്ടുകളില്ലേ, അത് വളരെ അപൂർവമല്ലേ? പെട്ടെന്ന് വളരെ ആളുകൾക്ക് പോലും പിടിക്കാൻ പറ്റാത്ത വിധമാണ്. അതെങ്ങനെയാണ് ആ 70 വോട്ടുകൾ വന്നേക്കുന്നത്? 70 വോട്ട് ഒരേ നമ്പറിലാണ്. ഇത് സ്വാഭാവികമായിട്ടും ഡിലീറ്റ് ചെയ്ത നമ്പറാണ്. നമ്മുടെ നികുതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ട നമ്പറിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊന്നും കണ്ടെത്താൻ പ്രയാസമാണ്. വളരെ വിദഗ്ധരായുള്ള ഇലക്ഷൻ പ്രവർത്തകന്മാർക്ക് പോലും കണ്ടെത്താൻ പ്രയാസം. ഇത്തരം വോട്ടർമാർ, അജ്ഞാത വോട്ടർമാരായുള്ള ഇവർ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം പറന്നിറങ്ങി വോട്ട് ചെയ്ത് പോകും. അപ്പോൾ അത് ഒരു ബോധപൂർവം ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള കണ്ടെത്താൻ പ്രയാസമില്ല. ഇപ്പം 1300 ഡബിളിംഗ് എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളിപ്പോൾ ഏറ്റവും അവസാനം ഞങ്ങൾക്ക് കിട്ടിയ വിവരം ബേപ്പൂർ പഞ്ചായത്തിലെ പഴയ പഞ്ചായത്തിലെ കോർപ്പറേഷനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അവിടുത്തെ 7 വാർഡുകളിൽ മാത്രം 1500 വോട്ടുകൾ ഇതേമാതിരി ഡബിളിംഗ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾ നഗരമധ്യത്തിലുള്ള വാർഡുകളിലേക്ക് എത്തിയിട്ടില്ല. അതും കൂടി എത്തിക്കഴിഞ്ഞാൽ ഒരു 10,000-25,000 ഡബിൾ വോട്ട് ഈ കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ 42ാം വാർഡിൽ 42ാം വാർഡിൽ പരമാവധി 2000 വീട്ടു നമ്പർ 2500 വരെ ഉണ്ടാവുള്ളൂ. മനസ്സിലായി? ആ 2500-ന് പകരം വീട്ടു നമ്പർ 12,000 വരെ ഉണ്ട്. 12,000 വരെയുള്ള നമ്പറുകൾ ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നത്? പ്രധാന പരിമിതികൾ നമ്മളെ കണ്ട എന്തൊക്കെയാണ്? അതായത് ഒരു ഇതിൽ തന്നെ 70 വോട്ടുകൾ കാണുന്നു, ഒരേ വീട്ടു നമ്പർ 0, അതെന്തൊക്കെയാണ് കാണുന്നത്? അത് 70 വോട്ടുകൾ ഒരു നമ്പറിൽ കാണുന്നു. 62/0 എന്ന് പറഞ്ഞൊരു നമ്പർ കോർപ്പറേഷനിലില്ല. ആ 0-ൽ 9 വോട്ടുകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഇങ്ങനത്തെ വോട്ടർമാരൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പാർട്ടി പ്രവർത്തകന്മാർക്ക് ഏത് പാർട്ടിയാണെങ്കിലും പ്രയാസമുണ്ട്. അപ്പോൾ ഇത് വളരെ ബോധപൂർവമായുള്ള ഒരു ഗൂഢ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. ചിലയിടത്ത് കൗൺസിലർമാർക്ക് തന്നെ വോട്ടിലല്ലേ? താങ്കളുടെ വോട്ട് താങ്കളുടെ വാർഡിലല്ല അല്ല, എങ്ങനെയാണത്? എൻ്റെ വോട്ട് എൻ്റെ വാർഡിൽ തന്നെയാണ്. എൻ്റെ വീട്ടു നമ്പർ 4250 ഇപ്പോൾ വന്നിട്ടുള്ളത് 1165. എൻ്റെ വോട്ടും അതോടൊപ്പം 4 വീട്ടിലുള്ള വോട്ടും കൂടി ചേർത്തിട്ടാണ് തന്നത്. 5 അംഗം ഉള്ള എൻ്റെ ഒരു വീട്ടിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ആളുകളായി. മാത്രമല്ല പിന്നെ ബൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്നതിലാണ് എൻ്റെ മോളെ വോട്ടുള്ളത്. പരസ്പരം മാറി അല്ലേ? വേറെ അവിടെ ഒരുപാട് ഇതുപോലെ ഇതിപ്പോൾ നമ്മളൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. നമ്മളൊരു ബൂത്ത് വൈസ് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ഇതുപോലുള്ള മതമൈത്രിയും ഇതുപോലെ മാറിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ കോർപ്പറേഷൻ തരം സാഹിത്യ നഗരത്തിന് അവാർഡൊക്കെ കിട്ടി നിൽക്കുന്ന സമയത്ത് നമുക്കൊരു മതമൈത്രിയുള്ള കോർപ്പറേഷൻ കൂടി ആക്കാൻ പറ്റും ഈ ഒരു വോട്ടർ ലിസ്റ്റ് നോക്കുമ്പോൾ. എന്തായാലും അതീവ ഗുരുതരമായ ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിലുണ്ട്. വ്യത്യസ്ത മതവിഭാഗത്തിലുള്ള ആളുകൾ ഒരു വീട്ടു നമ്പറിൻ്റെ കീഴിൽ ഉണ്ടാകുന്നു. ഒരേ വീട്ടു നമ്പറിൽ 70-ലധികം ആളുകൾക്ക് വോട്ട് ഉണ്ടാകുന്നു. അങ്ങനെ നിരവധി ക്രമക്കേടുകൾ, ഒരേ വീട്ടിലെ ആളുകൾ തന്നെ പല വീടുകളിലെ അവരുടെ വോട്ടുകൾ വരുന്നു തുടങ്ങിയ ഒരുപാട് ക്രമക്കേടുകളാണ് ഉണ്ടെന്ന് ആരോപണം ഉയർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇതെന്ന് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ആരോപിക്കുന്നു. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള സമയം ഇന്ന് അവസാനിക്കും. ഈ വർഷം അവസാനമാണ് സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. നേരത്തെ വോട്ടർ പട്ടിക പുതുക്കാനുള്ള സമയപരിധി ഓഗസ്റ്റ് 8 വരെയാണ് നിശ്ചയിച്ചിരുന്നത്. പിന്നീട് 12 വരെ നീട്ടുകയായിരുന്നു. ചൈനയ്ക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്താനുള്ള നീക്കം 3 മാസം കൂടി മരവിപ്പിച്ച് US. ഇത് സംബന്ധിച്ച ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. മുൻപ് പ്രഖ്യാപിച്ചതനുസരിച്ച് ഇന്ന് മുതൽ ചൈനയ്ക്ക് മേൽ 145% തീരുവ നിലവിൽ വരേണ്ടതായിരുന്നു.
ചൈനയുമായി നല്ല ബന്ധത്തിലാണ് പോകുന്നതെന്നും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഉടൻ ചർച്ചകൾ നടത്തുമെന്നും ട്രംപ് പ്രതികരിച്ചു. We'll see what happens. China's been, we've been dealing very nicely with China, as you probably have heard. They have tremendous tariffs that they're paying to the United States of America. And we'll see what happens. They've been dealing quite nicely. The relationship is very good with President Xi and myself. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, വെരി ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് അടി നൽകുന്നു, ചൈനയെ തലോടുന്നു എന്നതുപോലെയാണല്ലോ കാര്യങ്ങൾ. രണ്ട് രാജ്യങ്ങളും തമ്മിൽ വളരെ ഊഷ്മളമായ ഒരു ബന്ധത്തിലേക്ക് പോകുന്നു എന്നതാണ് കാര്യങ്ങൾ എന്നാണ് ട്രംപ് നൽകുന്ന സൂചന, അല്ലേ? അതെ, തീർച്ചയായിട്ടും ആര്യ. ഈ ഒരു വിഷയത്തിൽ തന്നെ ട്രംപിൻ്റെ ഡബിൾ സ്റ്റാൻഡ് അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയും. റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ള പേരിലാണ് ഇന്ത്യക്ക് അദ്ദേഹം 50% താരിഫായിട്ട് ഉയർത്തിയത്. എന്നാൽ ഏഷ്യയിലെന്നല്ല ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ്. എന്നാൽ ഇപ്പോൾ ചൈനയ്ക്കുള്ള ചൈനയിൽ നിന്നുള്ള ഈ ഇറക്കുമതി തീരുവ അതിൻ്റെ ഒരു സമയപരിധി ഇപ്പോൾ നിലവിൽ അമേരിക്ക നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിനു മുൻപ് സ്വീഡനിൽ വെച്ച് ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ തമ്മിൽ ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ചൈനയ്ക്ക് മേൽ ചുമത്തുന്ന താരിഫ് അത് 30% താഴ്ത്തുന്ന ഒരു നീക്കത്തിലേക്കും അമേരിക്ക പോയിരുന്നു. ഇതിന് പകരമായിട്ട് ചൈന അമേരിക്കയ്ക്ക് മേൽ ചുമത്തിയിരുന്ന ഉയർന്ന താരിഫ് അത് 10% കുറയ്ക്കാനും ധാരണയായിരുന്നു. അപ്പോൾ ഈ ഒരു ധാരണയായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ അമേരിക്ക മുൻപ് ചൈനയ്ക്ക് നീട്ടി നൽകിയിരുന്ന സമയം, ഉയർന്ന താരിഫ് ചുമത്താനുള്ള സമയം, അത് ഇന്ന് അവസാനിക്കാനിരിക്കുകയായിരുന്നു. ഇന്ന് കൃത്യമായിട്ടുള്ള ചർച്ചകൾ ഒരു ധാരണയിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ ചൈനയ്ക്ക് മേൽ 145%, ആദ്യം പ്രഖ്യാപിച്ച 145% താരിഫ് ഇന്ന് ചുമത്തുമായിരുന്നു. എന്നാൽ ഈ തുടർ ചർച്ചകൾ എല്ലാം അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ എല്ലാം അനുസരിച്ചാണ് ഇപ്പോൾ ചൈനയ്ക്ക് മേൽ ഈ താരിഫ് ചുമത്താനുള്ള സമയം അത് 90 ദിവസം കൂടി നീട്ടി നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു സമയപരിധിക്കുള്ളിൽ ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്ര തലവന്മാർ തമ്മിൽ, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ഷീ ജിൻപിങ് ആണെങ്കിലും രണ്ടുപേരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരമുണ്ട്. ട്രംപ് ഒക്ടോബർ മാസം അവസാനത്തോടെ ചൈനയിൽ എത്തുമെന്നുള്ള സൂചനകളും നമുക്ക് നിലവിൽ ലഭിക്കുന്നുണ്ട്. ഇരുവരും തമ്മിൽ ടെലിഫോൺ വഴി സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം തുടർച്ചയെന്നോണമാണ് ചൈനയുമായി നല്ല ബന്ധത്തിലാണ് പോകുന്നതെന്നും ഈ ഷീ ജിൻപിങ്ങുമായി നല്ല ബന്ധത്തിലാണെന്നും ഒക്കെ ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ചൈനയ്ക്ക് ഇങ്ങനെ ഒരു തലോടൽ കൊടുക്കുന്നതിന് പിന്നിലും വ്യക്തമായിട്ടുള്ള ഒരു നീക്കമുണ്ട് അമേരിക്കയുടേത്. പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ചൈനീസ് ഉൽപ്പന്നമാണ് ചൈനയിലെ റെയർ എർത്ത് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് അത് അമേരിക്കയിലുള്ള ചിപ്പുകളുടെ നിർമ്മാണം, അതുപോലെ വെടിയുണ്ടകളുടെ നിർമ്മാണം, അതുപോലെ വലിയ ഫൈറ്റർ ജെറ്റുകളിൽ വരെ ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അമേരിക്കയിലോട്ടുള്ള കയറ്റുമതി ഈ തീരുവ യുദ്ധത്തിനെ തുടർന്ന് ചൈന താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. അപ്പോൾ ഇത് കാരണം അമേരിക്കയിൽ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഉണ്ടായത്. മാത്രമല്ല, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളിലെല്ലാം അമേരിക്കയിൽ ഉപയോഗിച്ചു പോകുന്ന പ്രത്യേകതരം ചിപ്പുകൾ, അതുപോലെ തന്നെ AI കണ്ടൻസ്, ഇതെല്ലാം ചൈനയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അമേരിക്കയിലുള്ള ഒരു വിപണി അത് പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയായിരുന്നു. മാത്രമല്ല, ലോകത്ത് തന്നെ അമേരിക്ക ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നതിൽ 2ാം സ്ഥാനത്ത് ചൈനയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ചൈനയിൽ നിന്നാണ് രണ്ടാമതായി ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെയർ എർത്ത് എലമെൻസിൻ്റെ കാര്യമാണെങ്കിലും ഈ ചിപ്പുകളുടെ കാര്യമാണെങ്കിലും ഇറക്കുമതിയുടെ കാര്യത്തിലാണെങ്കിലും അമേരിക്കൻ വിപണി അത് വലിയ തോതിൽ പ്രതിസന്ധിയിലാകും. സാധനങ്ങളുടെ വില വർദ്ധിക്കും. അപ്പോൾ ഇത് അമേരിക്കയിലുള്ള ജനങ്ങളെ ട്രംപിനെതിരാക്കും. അപ്പോൾ ഇത്തരത്തിലൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ചൈനയ്ക്ക് തലോടൽ നൽകുന്നതിന് പിന്നിലുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് പ്രധാനമായിട്ടും അമേരിക്കൻ വിപണിയിലുള്ളത് തുണിത്തരങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, പെട്രോളിയം പോലെയുള്ള കാര്യങ്ങളാണ്. ഇത് ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ അവർക്കുണ്ട്. പ്രധാനമായിട്ടും ഇന്ത്യയുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ളത് ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളാണ്. അമേരിക്കയിൽ തുണിത്തരങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിലെ വ്യാപാരികളെ ആശങ്കയിലാക്കുന്നതും മറ്റ് രാജ്യങ്ങളുടെ വിപണികൾ അമേരിക്കയിൽ ശക്തിപ്പെടും എന്നുള്ള കാര്യങ്ങളാണ്. എന്നാൽ ചൈനയിൽ ഈ റെയർ എർത്ത് എലമെൻറ്റ്സ് ആണെങ്കിലും മറ്റ് കാര്യങ്ങളാണെങ്കിലും അത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ചൈന മാത്രമാണ്. അപ്പോൾ ഈ മാർക്കറ്റ് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. ആര്യ, തീർച്ചയായും. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി നമുക്ക് ചേർന്നത്.
ഇനി ധർമ്മസ്ഥലയിലേക്ക് പോയാൽ ധർമ്മസ്ഥലയിൽ ഇന്ന് നിർണായക തെരച്ചിൽ നടക്കുകയാണ്. GPR സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. പോയിന്റ് 13-ലായിരിക്കും വിശദമായ പരിശോധന. ഇന്ത്യ പാക് അതിർത്തിയിൽ ഉപയോഗിക്കുന്ന അത്യാധുനിക GPR സാങ്കേതിക വിദ്യയാണ് ധർമ്മസ്ഥലയിൽ എത്തിച്ചിട്ടുള്ളത്. ഭൂഗർഭ ദുരന്തങ്ങൾ വഴിയുള്ള നുഴഞ്ഞുകയറ്റം കണ്ടെത്തുന്നതിന് അതിർത്തിയിൽ BSF ഉപയോഗിക്കുന്ന അതേ സംവിധാനമാണിതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. തെരച്ചിൽ കൂടുതൽ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഏറ്റവും നൂതനമായ GPR സാങ്കേതിക വിദ്യയുടെ സഹായം SIT തേടിയത്. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, വെരി ഗുഡ് മോർണിംഗ്. ഏറ്റവും നിർണായകമായ തെരച്ചിലാണ് അവിടെ നടക്കുന്നത്. അത്യാധുനിക GPR സംവിധാനം ഉപയോഗിച്ചുള്ള തെരച്ചിൽ, വിശദാംശങ്ങൾ. തീർച്ചയായും ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം അത് തുടക്കം മുതലേ പറയുന്നതാണ് ഇത്തരമൊരു സാങ്കേതിക വിദ്യ കൊണ്ടുവന്ന് വേണം ഇവിടെ പരിശോധിക്കാനെന്ന്. പ്രധാനമായും പ്രതികൂല കാലാവസ്ഥയാണ്. ഈ ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്ന സ്നാനഘട്ടയ്ക്ക് സമീപമാണ് 1 മുതൽ 13 വരെ ഈ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തിയാൽ മാത്രമേ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കൂ എന്ന വിദഗ്ധർ നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. ആ സംവിധാനമാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ എത്തിച്ചേർക്കുന്നത്. ഇന്നലെ തന്നെ ഈ സംഭവം ഇവിടെ എത്തിച്ച് 13-ാം പോയിന്റിൽ, അതായത് കഴിഞ്ഞ 5 ദിവസത്തോളമായി 13-ാം പോയിന്റിൽ പരിശോധന നടത്തും എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അവിടെ യാതൊരു വിധത്തിലുള്ള പരിശോധന നടത്തിയിരുന്നില്ല. അവിടെ വിശദമായൊരു പരിശോധന നടത്തണമെന്നായിരുന്നു SITയുടെ തീരുമാനം. അതുകൊണ്ടാണ് GPR സംവിധാനം, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഇപ്പോൾ എത്തിച്ചേർക്കുന്നത്. ഇവിടെ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ഈ ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയ സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഈ GPR സംവിധാനം കൃത്യമായി ഇവിടെ പരിശോധിച്ചാൽ എത്രത്തോളം മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടുണ്ടോ അതെല്ലാം ഇന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ആ പ്രദേശം മാത്രം കേന്ദ്രീകരിച്ച് പിന്നീട് കുഴിച്ച് ഇത് പുറത്തേക്ക് എടുക്കുക. ഇതാണിപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു ട്രയൽ റൺ ഇന്നലെ നടത്തി. അവിടെയുള്ള കാടുകളൊക്കെ വെട്ടിത്തെളിച്ചിട്ടുണ്ട്, അതെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രാവിലെ മുതൽ തന്നെ ഒരു 10:30 തന്നെ ഇവിടെ സംഘമെത്തും. ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന ആ സ്ഥലങ്ങളിലെല്ലാം റഡാർ പരിശോധന നടത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബാഹുബലി ഹിൽസ് എന്ന് പറയുന്ന ക്ഷേത്രഭൂമിയിലെ സ്ഥലം, അവിടെയും റഡാർ പരിശോധന ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വലിയ വഴിത്തിരിവ് കേസിലുണ്ടാകും. അവിടെ രണ്ട് മൃതദേഹങ്ങൾ ഒരുമിച്ച് ഈ ശുചീകരണ തൊഴിലാളി കുഴിച്ചിട്ടുണ്ടെന്നാണ് നേരത്തെ നൽകിയ മൊഴി. അതായത് മധുവിധം ആഘോഷിക്കാൻ എത്തിയവരെ 2 പേരെ കൊലപ്പെടുത്തുകയും അവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം അവിടെ പരിശോധിച്ചപ്പോൾ അവിടെ മണ്ണും കല്ലും ഒക്കെ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ തെളിവ് നശിപ്പിക്കാനായി ഇത്തരത്തിൽ കൂടുതൽ നിക്ഷേപിച്ചതുകൊണ്ട് തന്നെ അവിടെ പരിശോധന ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അവിടെ ഈ റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയാൽ ഒരു പക്ഷേ ആ മൃതദേഹങ്ങളും കണ്ടെത്തേക്കാം. എന്തായാലും ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെയല്ല ഈ SITയുടെ പരിശോധന ഇന്ന് വളരെ വളരെ സുപ്രധാനമാണ്. ഈ GPR ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയിൽ എത്ര മൃതദേഹങ്ങൾ ഈ ഭാഗത്തുണ്ടോ അതെല്ലാം കൃത്യമായി കണ്ടെത്താൻ സാധിക്കുമെന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അതിർത്തി മേഖലകളിൽ ഇത്തരത്തിൽ നുഴഞ്ഞുകയറ്റം, അതായത് ഭൂഗർഭ തുരങ്കമുണ്ടാക്കി അതുവഴിയുള്ള നുഴഞ്ഞുകയറ്റം തടയാൻ ഒക്കെ കണ്ടെത്താനൊക്കെ ഉപയോഗിക്കുന്ന ഡ്രോണാണ് ഇത്. അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ്. അത്യാധുനിക സംവിധാനമുള്ള ഡ്രോണാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം സാധനങ്ങൾ ഒക്കെ കണ്ടെത്താൻ സാധിക്കും. ഇത് നമ്മൾ വയനാട് ദുരന്തമുണ്ടായപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് ഡ്രോണിന്റെ സാധ്യത. അതുമാത്രമല്ല ശിരൂരിലും സമാനമായ രീതിയിൽ തെരച്ചിൽ നടത്താൻ ഈ ഡ്രോൺ ഉപയോഗിച്ചിരുന്നു. അവിടെ ഈ ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്തിയത് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ്. എന്തായാലും ഇവിടെ ഈ ദുഷ്കരമായ സാഹചര്യമാണ്. അവിടെ കുഴിക്കുമ്പോൾ വെള്ളം ഉയർന്നു വരുന്ന സാഹചര്യം ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ GPR സംവിധാനം ഇവിടെ എത്തിച്ചത്. ഏതായാലും SITയുടെ അന്വേഷണം അത് ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഈ SITയുടെ അന്വേഷണത്തിന് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു സാങ്കേതിക വിദ്യയോടെ ഇവിടെ കൊണ്ടുവന്നുള്ള ഈ പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത്. വനമേഖലയോട് കിടക്കുന്ന പ്രദേശങ്ങൾ പോയിന്റുണ്ട്. 70ഓളം പോയിന്റുകളാണ് ആകെ ഇയാൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 13 പോയിന്റ് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. പല സർപ്രൈസ് സ്പോട്ടുകളുമുണ്ട്. അത്തരം ഇടങ്ങളിലും പരിശോധന നടത്തും. എന്തായാലും 13ാമത്തെ ആ പോയിന്റ് വളരെ വളരെ നിർണായകമാണ്. ഈ പരിശോധനയുടെ ഏറ്റവും നിർണായക ദിനമെന്ന് ഇന്ന് പറയേണ്ടി വരും. ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലം
കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സ്ഥലം. ഒപ്പം 6ഓളം പ്രദേശവാസികൾ ഈ 13ാം പോയിന്റിൽ ഈ ശുചീകരണ തൊഴിലാളി മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ടു എന്ന് വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഇന്ന് ലഭിക്കുമോ? അതാണ് ഏറ്റവും പ്രധാനം. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇന്നത്തെ തെരച്ചിലാണ്. SITയുടെ ഇന്നത്തെ തെരച്ചിലാണ്. വളരെ വലിയ തെളിവുകൾ ഇന്ന് ലഭിക്കുമോ? ഒരുപാട് ആളുകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്തരം ആളുകളുടെ മൃതദേഹാവശങ്ങൾ ഇന്ന് ലഭിക്കുമോ? ഇതെല്ലാം ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വഴിത്തിരിവാകും. എന്തായാലും ഇന്നത്തെ പരിശോധന 10 ആരംഭിക്കും. ശുചീകരണ തൊഴിലാളിയും എത്തിച്ചുകൊണ്ടായിരിക്കും 13ാം പോയിന്റ് പരിശോധന നടത്തുക. ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ഇന്നുണ്ടാകും. ഇതുവഴി ഒരു പ്രാദേശിക റോഡുണ്ട്. ആ റോഡ് താൽക്കാലികമായി അടച്ചായിരിക്കും പരിശോധന നടത്തുക. ഇതുവഴി വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടില്ല. ഈ റഡാർ സിഗ്നൽ അത് തടസ്സമാകുന്നതുകൊണ്ട് തന്നെ ഇന്നലെയും റോഡ് അടച്ചായിരുന്നു ഈ ടെസ്റ്റ് ഉണ്ടായിരുന്നത്. കാടെല്ലാം ഇന്നലെ വെട്ടിത്തെളിച്ചിട്ടുണ്ട്. ഈ ഡ്രോണിന്റെ ഉപയോഗം ആ ഭാഗത്ത് എങ്ങനെ സാധിക്കുമെന്നത് സംബന്ധിച്ച് ഇന്നലെ പരീക്ഷണം നടത്തിയിരുന്നു. എന്തായാലും കാലാവസ്ഥ ഇന്ന് അനുകൂലമാണ്. മഴയില്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴയുണ്ടായിരുന്നു. അത് ഒരു വലിയ തടസ്സം ഈ പരിശോധനയ്ക്ക് തടസ്സമാകുമായിരുന്നു. പക്ഷേ ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെയല്ല. അത് ഇന്ന് വളരെ പ്രധാനമാണ്. കൂടുതൽ തെളിവുകൾ ഇന്ന് പുറത്തു വരുമോ? അത് തന്നെയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നതും. ആര്യ, തീർച്ചയായും ഏറെ നിർണായകമായ തെരച്ചിലാണ് ഇന്ന് 13ാം പോയിന്റിൽ നടക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തെരച്ചിൽ, GPR ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് നടക്കുക. KV ബൈജു ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇസ്രായേൽ സേന വധിച്ച അൽ ജസീറ റിപ്പോർട്ടർ അനസ് അൽ ഷരീഫിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. അൽ ഷിഫ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ശവശരീരങ്ങളുമായി പ്രകടനമായി എത്തിയായിരുന്നു സംസ്കാരം നടത്തിയത്. സെൻട്രൽ ഗാസയിലെ ഷെയ്ഖ് റദ്വാൻ സെമിത്തേരിയിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ. അതേസമയം മാധ്യമപ്രവർത്തകയുടെ കൊലയിൽ ജർമ്മനിയിലെ ബെർലിനിൽ പ്രതിഷേധ പ്രകടനം അരങ്ങേറി. നിമിഷപ്രിയ കേസിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനെ തള്ളി യമൻ ആക്ടിവിസ്റ്റ് സർഹാൻ ഷംസാൻ അൽ വിസ്വാബി. നിമിഷപ്രിയയുടെ മോചനത്തിലേക്കുള്ള വഴികൾ തുറക്കുന്നുണ്ടെന്നാണ് സർഹാൻ ഷംസാൻ വിസ്വാബി ഫേസ്ബുക്ക് ലൈവിൽ വ്യക്തമാക്കിയത്. വധശിക്ഷ റദ്ദാക്കിയ അറിയിപ്പിനെ തലാലിന്റെ സഹോദരൻ ഫതാഖ് മഹദി നിഷേധിച്ചിരുന്നു. യമനിലെ സൂഫി പണ്ഡിതർ തലാലിന്റെ പിതാവുമായി നടത്തിയ ചർച്ച വിജയകരമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പ്രതികരണം. റിസോർട്ട് വിവാദത്തിൽ EP ജയരാജനെ വിടാതെ P ജയരാജൻ. പരാതിയിൽ എന്ത് നടപടി എന്നായിരുന്നു ജയരാജന്റെ ചോദ്യം. കഴിഞ്ഞ CPI സംസ്ഥാന സമിതി യോഗത്തിലാണ് ആരോപണങ്ങളിൽ നടപടി ആവശ്യം ആവർത്തിച്ചത്. പാർട്ടി പരിശോധിച്ചു വരുന്നു എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റിസോർട്ട് വിവാദത്തിൽ EP ജയരാജനെ വിടുന്നില്ലല്ലോ. P ജയരാജൻ വിടാതെ പിന്തുടരുകയാണല്ലോ. ആര്യ, കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെയാണ് ആദ്യം ഈ വിഷയം P ജയരാജൻ CPMന്റെ സംസ്ഥാന സമിതിയിൽ ഉന്നയിക്കുന്നത്. അത് അന്ന് കോടിയേരി പരിശോധിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. പിന്നീട് 2022 അവസാനത്തോടെ രേഖ കോടിയേരിക്ക് ശേഷം MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിന് പിന്നാലെയാണ് ഈ വിവാദം വീണ്ടും P ജയരാജൻ ഉന്നയിച്ചത്. രേഖാമൂലം അന്ന് പാർട്ടിക്ക് പരാതി നൽകുകയായിരുന്നു. ഇത്തരത്തിലുള്ള വൈദേഹം റിസോർട്ടിന്റെ അടക്കമുള്ള കാര്യങ്ങൾ എവിടെ നിന്നാണ് EP ജയരാജനെ ഈ പണത്തിന്റെ സോഴ്സ്, അദ്ദേഹത്തിന് ഇതുമായുള്ള ബന്ധമെന്ന ചോദ്യം അന്ന് P ജയരാജൻ ഉന്നയിക്കുകയായിരുന്നു. തുടർന്ന് പരിശോധിക്കുമെന്ന് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലും ഈ വിഷയം അദ്ദേഹം ഉന്നയിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഈ ഇക്കാര്യം ഇപ്പോൾ ചർച്ചയാകുന്നു, അതായത് എന്താണ് താൻ പറഞ്ഞ കാര്യത്തിൽ എന്തുകൊണ്ട് എന്തായി നടപടി, പാർട്ടി എന്ത് നടപടിയാണ് ഇത് സ്വീകരിച്ചത്, അത്തരം കാര്യങ്ങളിൽ പരിശോധന ഉണ്ടായിരുന്ന ചോദ്യമാണ് സംസ്ഥാന സമിതി യോഗത്തിൽ P ജയരാജൻ ചോദിച്ചത്. അതിനും പാർട്ടി പരിശോധിക്കുന്നു എന്ന മറുപടിയാണ് MV ഗോവിന്ദൻ നൽകിയത്. ഇത് കണ്ണൂർ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള തർക്കത്തിന്റെ കൂടി ഭാഗമാണ് ഈ വിവാദമെന്നും ആരോപണം ഉയർന്നു വരുന്നത്. അതായത് MV ഗോവിന്ദനെതിരെ വലിയൊരു ആരോപണം
ആ സംസ്ഥാന സമിതി തന്നെ ഉയർന്നു വന്നിരുന്നു. അതും പി ജയരാജൻ ഉന്നയിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വിവാദം കൂടി വരുന്നത്. ഈ എം വി ഗോവിന്ദൻ ജോത്സ്യനെ കാണാൻ പോയി, പലതവണ കാണാൻ പോയി. ഇവരെ കഴിഞ്ഞ ദിവസം ആ ജോത്സ്യൻ മാധവ പൊതുവാൾ പറഞ്ഞത് അദ്ദേഹം സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു, ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്ന് പറയുമ്പോഴും പലതവണ കാണാൻ പോയി എന്ന വിവാദം നിലനിൽക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് കണ്ണൂരിൽ നിന്ന് മറ്റു പ്രധാനപ്പെട്ട നേതാവായ ഇ പി ജയരാജനെതിരെയുള്ള ആരോപണവും വീണ്ടും ചർച്ചയാകുന്നത്. അരുൺ, ഒരു കാര്യം കൂടി, അതായത് പി ജയരാജൻ ഇത്തരത്തിൽ വീണ്ടും ആവർത്തിച്ച് നടപടി ആവശ്യപ്പെടുമ്പോഴും ഈ വിഷയത്തിൽ ഇത്തരം വിവാദങ്ങളിലൊന്നും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതില്ല, കൂടുതൽ ചർച്ചകളോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ വിഷയത്തെ മുൻനിർത്തി മുന്നോട്ട് പോകേണ്ട എന്നുള്ള ഒരു നയത്തിലാണോ പാർട്ടി നേതൃത്വം ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം നേരത്തെ തന്നെ ഈ വിഷയം സീറ്റും ചർച്ച ചെയ്തതാണ്. ഇ പി ജയരാജൻ അക്കാര്യത്തിൽ വിശദീകരണവും പാർട്ടിക്ക് നൽകിയതാണ്. എന്തുകൊണ്ട് അത്തരമൊരു ആരോപണം വന്നു, തനിക്കതിലൊരു പങ്കുമില്ല, ഈ ആരോപണം പൂർണ്ണമായ തെറ്റെന്ന് വിഷയം നേരത്തെ ഇ പി ജയരാജൻ നൽകിയതാണ്. അതിനുശേഷവും പക്ഷേ പി ജയരാജൻ ആ വിഷയം വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം തുടർച്ചയായി ഈ കമ്മിറ്റികളിൽ ഈ ആരോപണം, ഈ ചോദ്യം ഉന്നയിക്കുകയാണ്. സ്വാഭാവികമായും ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ശത്രുത അല്ലെങ്കിൽ രാഷ്ട്രീയ ഭിന്നത, പാർട്ടിക്കുള്ളിൽ തന്നെ രാഷ്ട്രീയ അഭിപ്രായ ഭിന്നത പ്രസിദ്ധമാണ്. അതിന്റെ ഭാഗമായാണ് പി ജയരാജൻ തുടർച്ചയായി ഇത് ചോദിക്കുന്നത്. ഇ പി ജയരാജൻ നേരത്തെ മുന്നണി കണ്ടിരുന്നായിരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ കേന്ദ്ര കമ്മിറ്റിയായി തുടരുകയാണ്. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ അത്തരത്തിലുള്ള കടുത്ത നടപടി വേണമെന്ന ആവശ്യമാണ് പി ജയരാജൻ ഉന്നയിക്കുന്നത്. CPM അത്തരം നടപടിയിലേക്ക് പോകാനിടയില്ല. കാരണം ഇ പി ജയരാജന്റെ വിശദീകരണം നേരത്തെ CPM പരിഗണിച്ചിരുന്നു. അന്ന് വിവാദം അവസാനിച്ചു. CPയുടെ മറുപടിയോടുകൂടി വിവാദം അവസാനിച്ച നിലപാട് നേരത്തെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പറഞ്ഞതുമാണ്. പക്ഷേ താൻ സംസ്ഥാന സമിതിക്ക് രേഖാമൂലം നൽകിയ പരാതിയിൽ എന്ത് നടപടി എന്ന ചോദ്യമാണ് പി ജയരാജൻ ആവർത്തിച്ച് ഉന്നയിക്കുന്നത്. തീർച്ചയായും വി അരുണാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും റിസോർട്ട് വിവാദത്തിൽ ഇ പി ജയരാജനെ വിടാതെ പിന്തുടരുകയാണ് പി ജയരാജൻ എന്നുള്ളതാണ്. ആവർത്തിച്ച് നടപടി ആവശ്യപ്പെടുകയാണ്. ഈ പരാതിയിൽ എന്ത് നടപടി എടുത്തു എന്നുള്ളതായിരുന്നു ജയരാജന്റെ ചോദ്യം. കഴിഞ്ഞ CPM സംസ്ഥാന സമിതി യോഗത്തിലാണ് ഈ ആരോപണങ്ങളിൽ നടപടി ആവശ്യം വീണ്ടും അദ്ദേഹം ആവർത്തിച്ചത്. എന്തായാലും പാർട്ടി പരിശോധിച്ച് വരുന്നു എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി നൽകിയ മറുപടി. 51 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ഗഫൂർ കായ്ക്ക് വമ്പൻ സ്വീകരണമൊരുക്കി നാട്ടുകാർ. മലപ്പുറം മാറാക്കര സ്വദേശി തയ്യിൽ ഗഫൂറിനാണ് വാടകയ്ക്കെടുത്ത KSRTC ബസ്സിൽ വിമാനത്താവളത്തിൽ നിന്നും നാട്ടിലെത്തിച്ച് സ്വീകരണ പരിപാടി ഒരുക്കിയത്. മാറാക്കര മരുതിൻചിറ സ്വദേശിയായ തയ്യിൽ ഗഫൂർ 51 വർഷമായി വിദേശത്താണ്. ഇത്രയും കാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരികെ എത്തിയ നാട്ടുകാരുടെ സ്വന്തം ഗഫൂർ കായ്ക്ക് വ്യത്യസ്തമായ ഒരു സ്വീകരണമാണ് ഇവർ ഒരുക്കിയത്. KSRTC ബസ് വാടകയ്ക്കെടുത്ത് അതുമായാണ് നാട്ടുകാർ UAE-യിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ ഗഫൂറിനെ കയറ്റി ആഘോഷത്തോടെ നാട്ടിലെത്തിച്ചത്. അനൗൺസ്മെന്റിന്റെയും പടക്കത്തിന്റെയും അകമ്പടിയോടെയുള്ള ഗംഭീര വരവേൽപ്പിനാണ് എല്ലാവരും സാക്ഷിയായത്. UAE-യിൽ കുറെ സുഹൃത്തുക്കളും സംഘടനകളും ചേർന്നാണ് ഇദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്. നാട്ടിലെത്തിയപ്പോൾ അതിനേക്കാൾ വലിയ വരവേൽപ്പ്. പ്രതിഫലേച്ഛയില്ലാതെയുള്ള സഹായം ചെയ്യുന്ന ഗഫൂറിനെ അത്രയും സ്നേഹത്തോടെയാണ് നാട്ടുകാർ ചേർത്ത് നിർത്തിയത്. നാട്ടിലെ ഭൂരിഭാഗം വരുന്ന പ്രവാസികളെയെല്ലാം UAE-യിൽ എത്തിച്ചത് തയ്യിൽ ഗഫൂറാണ്. ജോലി ആവശ്യവുമായി സമീപിച്ചവരെയെല്ലാം ഒരു പ്രതിഫലവും വാങ്ങാതെയാണ് ഗഫൂർ വിദേശത്തേക്ക് കൊണ്ടുപോയത്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു പോന്നു. ഒരുപാട് സ്വീകരണങ്ങളാണ് എനിക്ക് ദുബായിൽ കിട്ടിയിട്ടുള്ളത്. എന്റെ കുലീഗ് ആയിട്ടും എന്റെ സുഹൃത്തുക്കളും ഞാൻ വർക്ക് ചെയ്തിരുന്ന അവിടുന്നും പല സ്വീകരണങ്ങളും എനിക്ക് കിട്ടി. നമ്മുടെ ദുബായ്, മലപ്പുറം ജില്ല KMCC, കോട്ടകൽ നിയോജക മണ്ഡലം, മാറാക്കര പഞ്ചായത്ത്, ഇവരെല്ലാം എനിക്ക് സ്വീകരണം കാര്യങ്ങളെല്ലാം യാത്രയപ്പ് തന്നു. തയ്യിൽ ഖാദർ ഹാജി ബിരിയാമു ദമ്പതികളുടെ 5 മക്കൾ മൂത്തയാളാണ് ഗഫൂർ. സ്കൂൾ വിദ്യാഭ്യാസമില്ലാത്ത ഗഫൂർ 13-ാം വയസ്സിലാണ് ഉപ്പയുടെ കൂടെ വിദേശത്തെത്തിയത്. 65-കാരനായ ഗഫൂറിന് KKP പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. ന്യൂസ് 18 തിരൂർ. ഇത്രയും കാലത്തെ പ്രവാസ ജീവിതത്തിലൂടെ എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഗഫൂർക്ക് ഈ ഒരു ഉത്തരമുണ്ട്. അതായത് ഇത്രയും ആളുകളുടെ സ്നേഹം നേടാൻ സാധിച്ചു. എത്രയോ കോടികൾ സമ്പാദിച്ചാലും അതിനൊക്കെ അപ്പുറം എത്ര വിലമതിക്കാൻ കഴിയാത്തതാണല്ലേ ഈ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം സ്നേഹമെന്ന് പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ഏറ്റവും വലിയ കവർച്ചാശ്രമം കയ്യോടെ പിടികൂടി പോലീസ്. കോഴിക്കോട് കള്ളൻതോട് SBI ATM-ലാണ് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കവർച്ചാശ്രമം നടന്നത്. അസം സ്വദേശി പപ്പുൽ ഹക്കിനെ കുന്നമംഗലം പോലീസ് നൈറ്റ് പെട്രോളിംഗ് സംഘം പിടികൂടി. ഗുലാം നബി ആസാദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആസാദ്, ഇതെങ്ങനെയാണ് ഈ മോഷണ ശ്രമം പോലീസ് പൊളിച്ചത്?
ആര്യ, ഇന്ന് പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് ഈ കള്ളന്തോട് അങ്ങാടിയിലുള്ള SBI ATM-ൽ മോഷണം ശ്രമം നടന്നത്. ഈ 2:30 മണിയോട് കൂടി ഇതുവഴി പോലീസ് പെട്രോളിംഗ് ഉണ്ടായിരുന്നു. കുന്നമംഗലം പോലീസിന്റെ പെട്രോളിംഗ് സംഘം ഈ ATM അടുത്തെത്തിയപ്പോൾ ATM-ന്റെ അസ്വാഭാവികമായിട്ട് ATM-ന്റെ ഷട്ടർ താഴ്ന്നു കിടക്കുന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ATM കത്തിച്ച് പണം കവരാനുള്ള ശ്രമം നടക്കുന്നത് കണ്ടത്. ഉടനെ തന്നെ പ്രതിയെ കുന്നമംഗലം പോലീസ് പിടികൂടുകയും മറ്റ് നടപടികളിലേക്ക് പോവുകയായിരുന്നു. ATM-ന്റെ ഈ പരിസരത്ത്, ഈ കള്ളന്തോട് അങ്ങാടിക്ക് തന്നെ പരിസരത്ത് താമസിക്കുന്ന അസം സ്വദേശി ബാബുൽ ഹക്ക് എന്ന് പറഞ്ഞ ആളാണ് ഈ മോഷണം നടത്തിയ പ്രതി. ഇയാളെയാണ് കുന്നമംഗലം പോലീസ് പിടികൂടിയത്. ഇദ്ദേഹം ഇവിടെ പെയിന്റിംഗ് തൊഴിലാളിയായാണ് ഈ കള്ളന്തോടിൽ എത്തിയത്. 2 മാസമായിട്ടേ ഉള്ളൂ ഈ പ്രതി ഈ കള്ളന്തോട് പ്രദേശത്ത് എത്തിയത്. നേരത്തെ കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിൽ 9 മാസത്തോളമായി ജോലി ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം കൃത്യസമയത്ത് പോലീസിന്റെ കൃത്യമായ പെട്രോളിംഗ് ആണ് ഈ ഒരു പ്രതിയെ പിടികൂടാൻ ഇടയായത്. പോലീസിന്റെ പെട്രോളിംഗോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ വലിയൊരു മോഷണമായിരിക്കും ഇന്ന് കേരളം രാവിലെ തന്നെ അറിയാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസ് കൃത്യമായി പിടികൂടിയത് കൊണ്ട് തന്നെ വലിയൊരു മോഷണ ശ്രമമാണ് പോലീസ് പിടികൂടിയത്. നിലവിൽ പണമൊന്നും പോയിട്ടില്ല. പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഈ പ്രതി ഉള്ളത്. കൂടുതൽ ഈ ഇദ്ദേഹത്തിന്റെ കൂടെ മറ്റു ആരെങ്കിലും ഉണ്ടോ എന്നുള്ള വിവരങ്ങൾ ചോദ്യം ചെയ്തു വരികയാണ് കുന്നമംഗലം പോലീസ്. ഗുലാം നബി ആസാദാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. വാർത്തകളിലേക്ക്. കാട്ടാന ആക്രമണ ഭീതിയിലാണ് പീരുമേട്ടിലെ പ്ലാക്കത്തടത്തുള്ളവർ. കഴിഞ്ഞ ദിവസം 4 വീടുകൾക്ക് നേരെയാണ് കാട്ടാന ആക്രമണമുണ്ടായത്. പ്രദേശവാസികൾ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തുന്നത്. മുൻപും കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുള്ള പ്രദേശമാണ് പ്ലാക്കത്തടം. കഴിഞ്ഞ ദിവസം രാത്രിയിലെത്തിയ കാട്ടാന 4 വീടുകളുടെ ജനാലച്ചില്ലുകൾ ഉൾപ്പെടെ തകർത്തു. ഒരു വീടിനോട് ചേർന്ന് ബേക്കറിക്കായി പണി കഴിപ്പിച്ച ഷെഡും ഇവിടെ സൂക്ഷിച്ചിരുന്ന പാത്രങ്ങളടക്കമുള്ള സാധനങ്ങളും നശിപ്പിച്ചു. വാളാംതോട്ടിൽ ഷെറിന്റെ വീടിന്റെ അടുക്കള വശത്തെത്തിയ ആന ഭിത്തി ഇടിച്ചിട്ടു. പടിഞ്ഞാറേപ്പുരയ്ക്കൽ PK സാബുവിന്റെ വീടിന്റെ സിറ്റൌട്ടിൽ കയറിയാണ് ആന നാശം വിതച്ചത്. പ്രദേശവാസികൾ സംഘം ചേർന്ന് ബഹളം വെച്ചും പടക്കം പൊട്ടിച്ചുമാണ് കാട്ടാനകളെ തുരത്തിയത്. ആനക്കൂട്ടം വീടുകളിലേക്ക് എത്തി ആക്രമണം തുടങ്ങിയതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിലാണ്. കഴിഞ്ഞ 10-15 വർഷക്കാലമായിട്ട് കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ഇക്കഴിഞ്ഞ രാത്രിയിൽ തന്നെ 4 വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ജനങ്ങളാകെ ഭീതിയിലാണ്. ഇന്ന് രാത്രിയിലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള കാട്ടാനകളുടെ അതിരൂക്ഷമായ ശല്യമാണ്. പ്രദേശത്ത് നാളുകളായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം വിളകൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. വ്യാപകമായ കൃഷിനാശത്തെ തുടർന്ന് സാമ്പത്തിക നഷ്ടമുണ്ടായതിനാൽ പല കർഷകരും കൃഷി ഉപേക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്ലാക്കത്തടം, തോട്ടപ്പുര മേഖലകളിലായി 1 ഡസനിലധികം ആനകളാണ് തമ്പടിച്ചിരിക്കുന്നത്. ഇവയെ തുരത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലം ടൗണിൽ സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡിന്റെ ഗ്രില്ലുകൾക്കിടയിൽ കുരുങ്ങിയ കാക്കയെ രക്ഷപ്പെടുത്തി. ഗ്രില്ലിനിടയിൽ കുടുങ്ങി പിടയ്ക്കുന്ന രീതിയിൽ തൊട്ടടുത്ത സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് കണ്ടത്. ഫയർഫോഴ്സ് എത്തിയാണ് കാക്കയെ രക്ഷിച്ചത്. കാലിന് മുറിവുണ്ടോ? മുറിവൊന്നുമില്ല സാറേ. പുറത്തല്ലേ? ഓക്കെ. ഇല്ല, കുഴപ്പമില്ല. അത് പറഞ്ഞോളൂ. ഇനി നമുക്ക് വീടുമിടുക്കിയായ ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ഉപയോഗശൂന്യമായ വസ്തുക്കൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് കാട്ടിത്തരികയാണ് കോതമംഗലം സ്വദേശിയായ ഈ വീട്ടമ്മ. ഇലഞ്ഞിമറ്റത്തെ മണിയമ്മ സോമന്റെ കലാസൃഷ്ടികൾ കണ്ടിട്ട് വരാം. മണിയമ്മയ്ക്ക് ഉപയോഗശൂന്യമായതായി ഒന്നുമില്ല.
പാഴ്വസ്തുക്കൾ, പ്ലാസ്റ്റിക് ചാക്കുകൾ, കവറുകൾ, കുപ്പികൾ, സിറിഞ്ചുകൾ, തെർമോക്കോൾ, മുട്ടത്തോട്, പേപ്പർ തുടങ്ങി കിട്ടുന്നതെന്തും മണിയമ്മ ഫലപ്രദമായി ഉപയോഗിക്കും. 6 മാസം മുൻപ് ഒരു ദിവസം കയ്യിൽ കിട്ടിയ പ്ലാസ്റ്റിക് കൂടിൽ യാദൃച്ഛികമായി നടത്തിയ പരീക്ഷണം വിജയം കണ്ടതാണ് മണിയമ്മയ്ക്ക് ആവേശം നൽകിയത്. സ്വന്തം വീട്ടിൽ ലഭിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും തികയാതെ വന്നതോടെ അയൽ വീടുകളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പക്കൽ നിന്നും പ്രഭാത നടത്തത്തിനിടെ വഴിയിൽ നിന്നും ലഭിക്കുന്നവയും ശേഖരിച്ചാണ് മണിയമ്മ കലാപ്രവർത്തനം തുടരുന്നത്. വീടിന്റെ വരാന്തയും സ്വീകരണ മുറിയുമെല്ലാം കരകൗശല വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണിപ്പോൾ. നല്ലൊരു കവയത്രി കൂടിയായ മണിയമ്മ 400ഓളം കവിതകളും എഴുതിയിട്ടുണ്ട്. അവ സമാഹാരമായി പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. കുടുംബം പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നുണ്ടെന്ന് മണിയമ്മ പറയുന്നു. പൊതുരംഗത്തും സജീവമാണ്. 5 വർഷം മുൻപ് ഹൈറേഞ്ചിൽ നിന്ന് പുളിന്താനത്ത് താമസം തുടങ്ങിയ മണിയമ്മയും ഭർത്താവ് സോമനും ഇപ്പോൾ CPIM പറമ്പശ്ശേരി ബ്രാഞ്ച് അംഗങ്ങളാണ്. പാഴ്വസ്തുക്കൾക്ക് പുതുജീവൻ നൽകുക മാത്രമല്ല, പരിസ്ഥിതി സംരക്ഷണവും ഇതിലൂടെ മണിയമ്മ ലക്ഷ്യമിടുന്നു. ന്യൂസ് 18 കോതമംഗലം. ഇടുക്കിയിൽ റോഡ് നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരന് വീണ്ടും കരാർ പുതുക്കി നൽകിയതായി ആരോപണം. നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന നെടുങ്കണ്ടം കട്ടക്കാല റോഡ് നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തിനൊടുവിലാണ് നവീകരിക്കാൻ നടപടിയായത്. 4.5 കിലോമീറ്റർ ദൂരമുള്ള റോഡിനായി 5.5 കോടി രൂപ അനുവദിക്കുകയും 2023 ടെൻഡർ നടപടി പൂർത്തിയാക്കി നിർമ്മാണം തുടങ്ങുകയും ചെയ്തു. 11 മാസം കൊണ്ട് മികച്ച നിലവാരത്തിൽ റോഡ് നിർമ്മിക്കണമെന്നായിരുന്നു കരാർ. എന്നാൽ കുറച്ചു ഭാഗത്ത് മണ്ണ് ജോലികൾ ചെയ്തതല്ലാതെ തുടർ നടപടി ഉണ്ടായില്ല. കരാർ കമ്പനിയെ നിരന്തരം ബന്ധപ്പെട്ടിട്ടും നിർമ്മാണം പൂർത്തിയാക്കാൻ നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട കരാറുകാരൻ എവിടെയോ പോയി ഒളിച്ചിരിക്കുക. ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കരാർ പുതുക്കി കൊടുത്തിരിക്കുകയാണ്. ഈ വരുന്ന 2025 ഒക്ടോബർ മാസത്തിൽ ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് PWD അദ്ദേഹത്തിന് കരാർ പുതുക്കി കൊടുത്തിരിക്കുന്നത്. എങ്ങനെ സംഭവിക്കും? എത്ര ഇവിടെ മാജിക്ക് കാണിച്ചെന്ന് പറഞ്ഞാലും ഇനി 2 മാസം കൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയില്ല. അപ്പൊ കരാറുകാരൻ ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ വരെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA പോലും അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഇത്രയും നിരുത്തരവാദിത്വപരമായി ഇവിടുത്തെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും ഹീനമായ ഒരു നടപടിയാണ് ഈ കരാറുകാരൻ കാണിച്ചിരിക്കുന്നത്. ആദ്യ കരാർ അവസാനിച്ചതോടെ കരാർ പുതുക്കിയും നൽകി. പുതിയ കരാറിന്റെ കാലാവധിയും 2 മാസത്തിനുള്ളിൽ കഴിയും. നിലവിലെ സാഹചര്യത്തിൽ കാലാവധിക്കുള്ളിൽ നിർമ്മാണം എങ്ങുമെത്തില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കട്ടറുകൾക്ക് പുറമെ പല ഭാഗത്തും മണ്ണ് ജോലികൾ ചെയ്തിരിക്കുന്നതിനാൽ മഴ ശക്തമാകുമ്പോൾ കാൽനട പോലും സാധ്യമാകാതെ വരും. ന്യൂസ് 18 ഇടുക്കി. ജലസമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ വൻ തിരക്കാണിപ്പോൾ. മെയ് മാസം മുതൽ മഴ തുടർച്ചയായി പെയ്തതിനാൽ ആയിരക്കണക്കിന് പേരാണ് ഓരോ ആഴ്ചയിലും ചീയപ്പാറയിലേക്ക് വരുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറ വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഇറങ്ങി ചീയപ്പാറയുടെ ഭംഗി ആസ്വദിച്ചേ യാത്ര തുടങ്ങാറുള്ളൂ. ഇത്തവണ വേനൽമഴ ആരംഭിച്ച മെയ് മുതൽ മഴ തുടരുന്നതിനാൽ ചീയപ്പാറ വെള്ളച്ചാട്ടം കൂടുതൽ ജലസമൃദ്ധമാണ്. இது பாக்குறதுக்கு ரொம்ப அழகா ஃப்ரெஷ்ஷான ஏர் கிடைக்குது. இங்க வந்தோடனேயே എല്ലാവരും വന്ന് பார்க்கக்கூடிய ഇടം. സഞ്ചാരികൾ സ്ഥിരമായി എത്തുന്നതുകൊണ്ട് ചെറിയ തോതിലുള്ള വ്യാപാരങ്ങളിലൂടെ ചീയപ്പാറയിൽ കുറേയധികം കുടുംബങ്ങൾ ജീവിതമാർഗവും കണ്ടെത്തുന്നുണ്ട്. നവംബർ ഡിസംബർ മാസങ്ങൾ വരെ ചീയപ്പാറ ജലസമൃദ്ധമായി നിലനിൽക്കും. മലയോര യാത്രയിൽ സഞ്ചാരികളുടെ മനം മയക്കുന്ന കാഴ്ചയാണ് ദേശീയപാതയിലെ ചീയപ്പാറ ഒരുക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. അതുല്യ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ശാലിനി എന്ന കവിതയുടെ നൃത്താവിഷ്കാരം ചങ്ങമ്പുഴ പാർക്കിൽ അരങ്ങേറിയപ്പോൾ സാക്ഷിയാകാൻ മകൾ ലളിതയുമെത്തി. RLV സുമാരാജ് മേനോൻ അവതരിപ്പിച്ച മോഹിനിയാട്ടം ആവിഷ്കാര മികവ് കൊണ്ട് ശ്രദ്ധേയമായി.
ഇവിടെ ശാലിനി എന്ന കവിത മോഹിനിയാട്ടത്തിന്റെ ലയബന്ധമായ ചലനങ്ങളിലൂടെ വീണ്ടും അരങ്ങിലേക്കെത്തി. അത് കാണാൻ ചെങ്ങമ്പുഴയുടെ മകൾ ലളിത ചങ്ങമ്പുഴയും എത്തി. കന്യകൾ മണിവീണകൾ മീട്ടി ആദ്യമായിട്ടാണ് ഈ സ്റ്റേജിൽ സുമാരാജിൻ്റെ ഡാൻസ് കാണുന്നത്. അത് ഇത്രയ്ക്കും നന്നാകുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും ആ കവിത, ചങ്ങമ്പയുടെ കവിത എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ കവിത ഇത്തരത്തിൽ ഒരു നൃത്ത ആവിഷ്കരണം ചെയ്തതിന് എനിക്ക് സുമാരാജിനോട് പ്രത്യേകം കടപ്പാടുണ്ട്. സുമാരാജ് മേനോന്റെ ഭാവാഭിനയത്തിലൂടെ ശാലിനി കൂടുതൽ മിഴിവുറ്റതായി. കാലാതീതമായ കൃതിയുടെ ഭാവതീവ്രത ഒട്ടും ചോർന്നു പോകാതെയായിരുന്നു നൃത്താവിഷ്കാരം. ന്യൂസ് 18 കൊച്ചി. കടൽക്ഷോഭം രൂക്ഷമാകുന്നതിനാൽ കൊല്ലത്തിന്റെ തീരങ്ങൾ കടലെടുക്കുകയാണ്. ആശങ്കയുടെ തിരമാലകൾ ആഞ്ഞടിക്കുന്നതിനാൽ ദിവസങ്ങൾക്ക് മുൻപ് വരെ തീരമായിരുന്നിടമെല്ലാം ഇപ്പോൾ കടലായി മാറിയിരിക്കുകയാണ്. കലിപൂണ്ട് ആഞ്ഞടിക്കുന്ന കടലിനും സന്ദർശകർക്കുമിടയിൽ വലിച്ചുകെട്ടിയ ഈ നേരിയ കയർ മാത്രമാണ് ഇപ്പോഴത്തെ സുരക്ഷ. എല്ലാ വർഷവും ഉണ്ടാകുന്ന പ്രതിഭാസമാണെങ്കിലും ബീച്ചിൽ ഇത്രയേറെ ദൂരം കടലെടുക്കുന്നത് ഇത് ആദ്യമായാണ്. കഴിഞ്ഞ വർഷം നല്ല ഓട്ടം ഉണ്ടായിരുന്നു. ഈ വർഷം വളരെ മോശമാണ്. കടലിങ്ങനെ നടക്കുന്നത് കാരണം കൊണ്ടും ആൾക്കാർ വരാത്തത് കാരണം കൊണ്ടും ഓട്ടം കുറവാണ്. കടക്കാരും എല്ലാം കടന്നു. ഇതിന്റെ ശോചനീയാവസ്ഥ കാണാൻ പറ്റുന്നത് തന്നെയാണല്ലോ. സാധാരണ കള്ളക്കടൽ പ്രതിഭാസം രൂക്ഷമാകുന്ന എല്ലാ വർഷങ്ങളിലും കടലേറ്റമുണ്ടാകാറുണ്ട്. 1-2 ആഴ്ചകൾ കഴിയുമ്പോൾ കടൽ തന്നെ തീരത്ത് മണൽ നിക്ഷേപിച്ച് തീരം പഴയ പടിയാകാറുമുണ്ട്. ഇപ്പോൾ തീരം കൂടുതലായി കടലെടുത്തത് നാട്ടുകാരെയും ചെറുകച്ചവടക്കാരെയും ഭീതിയിലാക്കിയിരിക്കുകയാണ്. ബീച്ചിൽ സന്ദർശകർ എത്തുന്നുണ്ടെങ്കിലും അപകട സാധ്യതയുള്ളതിനാൽ ഇറങ്ങാൻ കഴിയാതെ നിരാശയോടെ മടങ്ങുന്ന അവസ്ഥയാണ്. ഓണാവധിക്കാലം അടുത്തിരിക്കെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക വിനോദസഞ്ചാര സാധ്യതയുള്ള ബീച്ചിൽ തീരദേശ മണ്ണൊലിപ്പുണ്ടാക്കുന്നതിനാൽ ചെറുകിട കച്ചവടക്കാരെയും ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊല്ലം. ദിയ കൃഷ്ണയുടെ ബൊട്ടീക്കിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ 2ാം പ്രതിയുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച്. QR കോഡ് മാറ്റി സ്ഥാപിച്ച് 40 ലക്ഷം രൂപ 2ാം പ്രതിയായ യുവതി തട്ടിയെടുത്തതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തട്ടിയെടുത്ത പണം കൂട്ടുപ്രതികളായ സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് വീതിച്ച് നൽകിയതായും സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയായ ദിവ്യ ക്രൈംബ്രാഞ്ച് സംഘത്തോട് വെളിപ്പെടുത്തി. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങിയ വിനീത രാധാകുമാരി എന്നിവരുമായി OBY എന്ന ബൊട്ടീക്കിൽ നടത്തിയ തെളിവെടുപ്പിൽ തട്ടിപ്പിലൂടെ കൂടുതൽ തുകയെത്തിയത് സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്ന വലിയതുറ സ്വദേശിനി ദിവ്യ ഫ്രാങ്ക്ലിന്റെ അക്കൗണ്ടിലേക്കാണെന്ന് പ്രതികൾ വെളിപ്പെടുത്തിയിരുന്നു. കേസിലെ 2ാം പ്രതിയായ ദിവ്യയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് 40 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയതായി സ്ഥിരീകരിച്ചത്. തട്ടിയെടുത്ത പണം എന്ത് ചെയ്തെന്ന ചോദ്യത്തിന് യുവതിയുടെ മറുപടി ഇങ്ങനെ: പൈസ കിട്ടിയാൽ എന്താണ് സാധാരണ ചെയ്യുന്നത്? ഒരു 1500 രൂപ കിട്ടി. അപ്പം എന്ത് ചെയ്യും? വീട് അപ്പോൾ തന്നെ അതെങ്ങനെ ഗൂഗിൾ പേ ചെയ്തു. അതായത് ഇവിടുന്ന് കിട്ടിയത് നിങ്ങൾ എല്ലാവരും ഈക്വലായിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഈ ആർക്കാണ് കിട്ടുന്നത് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ്? ക്രമക്കേടിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ച് സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും വാങ്ങിയതായും പ്രതി മൊഴി നൽകി. അതേസമയം അന്വേഷണ സംഘത്തിന്റെ പല ചോദ്യങ്ങളോടും പരസ്പര വിരുദ്ധമായാണ് ദിവ്യ പ്രതികരിച്ചത്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ദിവ്യയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റി. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. എന്തായാലും ഈ പ്രതികളുടെ കുറ്റസമ്മത മൊഴി അത് ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. രാവിലെ 9 മണി വാർത്തകളിൽ പ്രേക്ഷകർക്ക് അത് വിശദമായി കാണാം. ഈ വാർത്താ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സമാധാന ഉടമ്പടിയുടെ ഭാഗമായി റഷ്യ പിടിച്ചെടുത്ത യുക്രൈന്റെ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള വരാനിരിക്കുന്ന കൂടിക്കാഴ്ചയിൽ അത്തരമൊരു കരാറിനുള്ള സാധ്യത പരിശോധിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഓഗസ്റ്റ് 15-ന് അലാസ്കയിൽ വെച്ച് പുടിനുമായി ട്രംപ് ചർച്ച നടത്തും.
I expect to have a meeting with Putin that I think it'll be good, but it might be bad. And I'm here for one reason, to get rid of a war that somebody else started. Should have never happened. And if I could end it, great. Complex war, a lot of bad blood, but Zelensky's been there for 3.5 years, so if you put him in a room, now I will say this, ultimately I'm going to put the two of them in a room. I'll be there or I won't be there, and I think it'll get solved. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ലോകമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചർച്ചയാണ്, കൂടിക്കാഴ്ചയാണ് പുടിനും ട്രംപും തമ്മിലുള്ളത്. പക്ഷേ ഈ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഈ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കാൻ പുടിൻ തയ്യാറാകുമോ എന്നുള്ള ആകാംക്ഷ നിലനിൽക്കുകയാണ്. എന്തൊക്കെയാണ് ലഭ്യമാകുന്ന സൂചനകൾ? അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. പക്ഷേ വ്ളാഡിമിർ പുടിനാണ്, അദ്ദേഹത്തിന്റെ നിലപാടുകൾ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഒരു തീരുമാനത്തോട് അദ്ദേഹം യോജിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. അല്ലെങ്കിൽ കടുത്ത വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറാകേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, 10 വർഷത്തിന് ശേഷമാണ് അമേരിക്ക വ്ളാഡിമിർ പുടിൻ സന്ദർശിക്കാൻ പോകുന്നത്. ഈ സന്ദർശന വേളയിൽ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്യും. അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു ഉപാധി അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള പല മേഖലയുണ്ട്. പ്രത്യേകിച്ച് കീവ്, പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള കീവിൽ തന്നെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ റഷ്യയുടെ പക്കലാണ്. ഒപ്പം തന്നെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നിരവധി സ്ഥലങ്ങൾ റഷ്യ കയ്യേറിയിട്ടുണ്ടായിരുന്നു, അത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ റഷ്യയുടെ സൈന്യമാണ് ഇപ്പോഴും അവിടെ ആധിപത്യം പുലർത്തുകയും ചെയ്യുന്ന ആ മേഖലകളിലൊക്കെ തന്നെ തുടക്കത്തിൽ ഈ യുദ്ധത്തിന് 2022 യുദ്ധം ആരംഭിച്ച സമയത്ത് തന്നെ ഈ മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിൽ ബോംബ് വർഷവും മിസൈൽ ആക്രമണവും ഒക്കെ നടത്തിക്കൊണ്ട് ആ മേഖല പിടിച്ചെടുക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളായിട്ടുള്ള ഈ ഒരു നടപടി അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഏതെങ്കിലും തരത്തിൽ റഷ്യ തയ്യാറാകുമെന്നാണ് നമുക്ക് ഈ കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സെലൻസ്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെയായി കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിക്കുകയും ഒപ്പം തന്നെ ഈ എണ്ണ വാങ്ങുന്ന അടക്കമുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നടപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ നിലപാടും നയവും ഇന്ത്യ വ്യക്തമാക്കിയതാണ്. ആ ഒരു തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തു. പക്ഷേ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഏതൊരു കാര്യത്തിനും പിന്തുണ നൽകുമെന്നുള്ള ഒരു മറുപടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തായിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ തീരുവ യുദ്ധം ഇങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയമൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഇത് വ്ളാഡിമിർ പുടിൻ അംഗീകരിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഈ കാലാകാലങ്ങളായി വ്ളാഡിമിർ പുടിൻ തീരുമാനമെടുത്തിട്ടുള്ള പോലെ തന്നെ ഇങ്ങനെയുള്ള ഉപാധികൾ ഒരിക്കലും അംഗീകരിക്കില്ല. ഒരുപക്ഷെ ഒരു സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് എത്താനുള്ള സാഹചര്യം, യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. പക്ഷേ അതിൽ റഷ്യ ചില ഉപാധികൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് അംഗീകരിക്കണമെന്നുള്ള കാര്യങ്ങൾ കൂടി ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നുള്ളതാണ്. തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകൾ കാണാം. പോലീസ് പെട്രോളുമായി ടോം കുര്യാക്കോസ് ചേരും.